ഓം ശാന്തി. നിങ്ങളെല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. എല്ലാവർക്കും നമ്മുടെ രാമായണ മാസ സമാപനത്തിൻ്റെ ആശംസ അറിയിക്കുകയാണ്. നാളെ ചിങ്ങം 1 അല്ലേ? പൊന്നിൻ ചിങ്ങമാസം ആരംഭിക്കുകയാണ് നാളെ. നമ്മൾ ചിങ്ങമാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരില്ലേ? അപ്പോൾ അതുപോലെ കർക്കടകം രാമായണ മാസവും സന്തോഷത്തിൻ്റെ മാസമായിരുന്നു. പണ്ട് കാലത്തൊക്കെ കർക്കടം ദുർഘടം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ദുർഘടമൊന്നുമില്ല. മഴ പെയ്താലും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഒരാളേ ഉള്ളൂ. അപ്പോൾ ആദ്യം സിസ്റ്റർ എവിടെ നിന്നാണ് വരുന്നത്, എന്ത് സംഘടനയെന്നാന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരാം. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്നാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേര്. വിദ്യാലയമാണ്. ആശ്രമം എന്ന് പറയുമ്പോഴും വിദ്യാലയമാണ്. അപ്പോൾ ഈ വിദ്യാലയം ലോകമെമ്പാടും 147 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ വിദ്യാലയം. ലോകത്ത് എല്ലാ മനുഷ്യനും അത്യാവശ്യം എന്താ? നിങ്ങളുടെ വായിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുക ഞാൻ. ശാന്തി അല്ലേ? ശാന്തി സമാധാനത്തോടെ ജീവിക്കണം ഭഗവാനെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ശാന്തി, നമ്മളിവിടെ ഓം ശാന്തി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഓം ശാന്തി എന്നതൊരു മന്ത്രമല്ല. അതേസമയം ഞാൻ ആത്മ, എൻ്റെ സ്വധർമ്മം ശാന്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും വിപുലമായി പറയാതിരിക്കാൻ നമ്മൾ ചുരുക്കി എന്ത് പറയുന്നു? ഓം ശാന്തി. അപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ് ഓഫീസ് രാജസ്ഥാനിൽ, അതായത് മുഖ്യ ആസ്ഥാനം രാജസ്ഥാനിലെ മൗണ്ട് അബു എന്ന് പറഞ്ഞ പർവ്വതത്തിൻ്റെ മുകളിലാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചവരൊക്കെ അറിയാം, അരാവലി പർവ്വത നിരകളിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് മൗണ്ട് അബു. അവിടെയാണ് ഇതിൻ്റെ മുഖ്യ ആസ്ഥാനമുള്ളത്. ദേശത്തിൻ്റെയും വിദേശത്തിൻ്റെയും. ഈ വിദ്യാലയത്തിൻ്റെ ഒരു വിശേഷത, അല്ലെങ്കിൽ ഈ ആശ്രമത്തിൻ്റെ വിശേഷത, എല്ലാം സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന വിദ്യാലയമാണ്. നമ്മൾ നോക്കി ഇന്നിപ്പോൾ ഭാരതം ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണ്? സ്ത്രീകളെ മുന്നോട്ട് വയ്ക്കണം അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? സ്ത്രീ ശാക്തീകരണം, ഇതെല്ലാം പറഞ്ഞ് ഒരുപാട് പ്രവൃത്തികൾ, ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുടുംബശ്രീക്ക് ഇത്ര സ്ഥാനം വന്നത്, അതുപോലെ അയൽക്കൂട്ടത്തിന് ഇത്ര സ്ഥാനം വന്നത്. ഹരിത കർമ്മസേനയിലും ആരണ്യ മുന്നിൽ അമ്മമാരാണ്, അമ്മമാരുടെ ശക്തിയാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നു സ്ത്രീകൾ മുന്നിൽ വരണമെന്ന്. അപ്പം അത് മുന്നിലെത്തിക്കാൻ ആർക്ക് മാത്രമേ കഴിയൂ? സർവേശ്വരന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ സർവേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട, സ്വയം ഭഗവാനാൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാലയമാണ് ബ്രഹ്മകുമാരീസ്. അപ്പം നമുക്ക് അതുകൊണ്ട് ഈ വിദ്യാലയത്തിൽ അമ്മമാരാണ് നയിക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ പറയുക സ്ത്രീകൾ അബലകളാണ് അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? നാഗിനാണ്. പുരാണങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. നാഗിനാണ് സ്ത്രീ. നാഗിൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സർപ്പം. സർപ്പം ചുറ്റും എന്നല്ലേ പറയുക? അതേപോലെ സ്ത്രീ ചുറ്റിപ്പിടിക്കുക, ഒരു വള്ളിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാൻ വന്ന് പറയാണ് സ്ത്രീയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന്. സ്ത്രീ ഇല്ലെങ്കിൽ ലോകത്തിന് സൗന്ദര്യമില്ല. അതുകൊണ്ടാണ് കവികൾ പോലും എന്തിനോട് ഉപമിക്കുന്നത്? പ്രകൃതിയെ സ്ത്രീയോടാണ് ഉപമിക്കുന്നത്. അതുപോലെ ജഗദംബ എന്നാണ് പറയുക. ഭാരത് മാതാ കി ജയ് എന്നാണ് പറയുന്നത് അല്ലേ? ഭാരത പിതാ കി ജയ് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ ഭാരതാംബയാണ്, ജഗദംബയാണ്. ലക്ഷ്മി നാരായണനാണ്. ലക്ഷ്മി മുന്നിൽ, നാരായണൻ പിന്നിൽ. നാരായണൻ ഇല്ലാതെ കാര്യം നടക്കുമോ? ഇല്ല. നാരായണൻ വേണം, പക്ഷെ ആര് മുന്നിൽ നയിക്കണം? ലക്ഷ്മി. ധനലക്ഷ്മി എന്നല്ലേ പറയുക. വിദ്യാദേവി ആരാ? സരസ്വതി, അതും ദേവിയാണ്. ബ്രഹ്മ സരസ്വതിയിൽ, സരസ്വതിയല്ലേ മുന്നിൽ വന്നത്. രാധാകൃഷ്ണൻ എന്നാണ് പറയുന്നത്
അപ്പോൾ ആർക്കാ മുന്നിൽ സ്ഥാനം? രാധയ്ക്കാണ് മുന്നിൽ സ്ഥാനം. സീത ശ്രീരാമൻ എന്നാണ് പറയുക. നിങ്ങളിപ്പോൾ രാമായണ കഥയൊക്കെ കേട്ടതല്ലേ എല്ലാവരും? സീതാദേവിയുടെ മഹത്വം മുഴുവൻ കേട്ടു. ആരൊക്കെ കരഞ്ഞു കഥ കേട്ടപ്പോൾ? കരച്ചിൽ വന്നു അല്ലേ? നമ്മൾ എന്ന് കേട്ടാലും കരയും. അതാണ്, അതായത് സീതയുടെ ത്യാഗത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടതും അനുഭവിച്ചതും അറിഞ്ഞതും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ സീത എന്ന വാക്കിന് ഒരു വലിയ അർത്ഥമുണ്ട്. എന്താ സീത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നറിയോ? സീതത്തിൽ നിന്നുണ്ടായവളാണ് സീത. സീതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഉഴവിച്ചാൽ മണ്ണ്. മണ്ണിൽ നിന്നാണ്, മൺകുടത്തിലാണ് സീതയെ കിട്ടിയത്. അപ്പം നമ്മൾ ഓരോ മനുഷ്യ ആത്മാവും സീതയാണ്. അതെങ്ങനെയാണ് സീതയാവുക ഞങ്ങൾ അല്ലേ? ഈ സാധനം എന്താണെന്നറിയോ? പഞ്ചതത്വ നിർമ്മിതമായൊരു കുടം. അതിൻ്റെ ഉള്ളിൽ ഞാൻ ആത്മാവ് ഇരുന്നു കൊണ്ടാണ് ഈ ശരീരത്തെ നയിക്കുന്നത്. അപ്പം ഞാൻ സീതത്തിലല്ലേ ഇരിക്കുന്നത്? അപ്പം നമ്മൾ ഓരോ മനുഷ്യ ആത്മാവും സീതമാരാണ്. നമ്മളെ രക്ഷിക്കാൻ വരുന്ന ഒരേ ഒരു രാമനേ ഉള്ളൂ. ആര്? സർവേശ്വരനായ പരമാത്മാ രാമൻ അല്ലേ? രാമൻ്റെ കഥയൊക്കെ കേട്ടതല്ലേ നിങ്ങൾ? അപ്പം രാമൻ്റെ കഥയിൽ തന്നെ ഞാൻ കുറച്ചും കൂടി അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. രാമൻ എന്ന് പറഞ്ഞാൽ രമിക്കുന്നവൻ അല്ലെ രമിപ്പിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. രാമൻ മനസ്സിനെ രമിപ്പിക്കാൻ കഴിവുള്ളവൻ, അതാണ് രാമൻ എന്ന് പറയുന്നത്. അപ്പം രാമന്മാർ തന്നെ 3 രാമനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആത്മാവായ രാമൻ. നമ്മൾ ആത്മാ സ്വയം നമ്മളെ രമിപ്പിക്കാൻ കഴിവുള്ളവരാണ്. നമ്മൾ നോക്കിയോളൂ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ സ്വയം ആദ്യം കരയും അല്ലേ? അപ്പം നമ്മൾ സന്തോഷം വരുമ്പോൾ സ്വയം ചിരിക്കും. മറ്റുള്ളവർ ചിരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ചിരിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളെ നമുക്ക് രമിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ആത്മാ രാമനാണ്. രണ്ടാമത്തെ രാമൻ ത്രേതായുഗവാസിയായ ശ്രീരാമൻ. നിങ്ങൾ കഥയൊക്കെ കേട്ട രാമൻ. അതും ലോകത്തെ ജനതയെ, ലോകത്തെല്ലാ മനുഷ്യ ആത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി ജനിച്ചവനാണെന്നാണ് പഠിച്ചത് നമ്മൾ അല്ലേ? അതുകൊണ്ടല്ലേ രാജ്യം ത്യജിച്ച്, അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വാക്കിന് വേണ്ടി എല്ലാം ത്യജിച്ച് വനവാസം സ്വീകരിക്കാൻ പോയത്. എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്? ഇന്നത്തെ മക്കളോട് പറയട്ടെ, അച്ഛൻ ചേട്ടൻ മാറി നിൽക്കുക, അനിയന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? പിന്നത്തെ കാര്യമൊന്നും പറയണ്ട അവിടെ. അപ്പം പക്ഷേ ആ രാമൻ അച്ഛൻ പറഞ്ഞ വാക്കിന് വേണ്ടി എല്ലാം ത്യജിച്ച് സ്വന്തം ഉടുവസ്ത്രം പോലും മാറ്റി അല്ലേ, മരവുരി ധരിച്ചുകൊണ്ട് എവിടേക്ക് പോയി? കാട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പം അത് രണ്ടാമത്തെ രാമൻ. മൂന്നാമത്തെ രാമൻ പരമാത്മാ രാമൻ. ആ രാമായണത്തിൽ പറയുന്നുണ്ടത്. പരമാത്മാ രാമനെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് സദാ സീത എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന രാമനാണ് പരമാത്മാ രാമൻ. ത്രേതായുഗവാസി രാമനെ മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത് അല്ലേ? മനുഷ്യാവതാരമല്ലേ കാണിക്കുന്നത്. പക്ഷെ പരമാത്മാ രാമൻ മനുഷ്യനല്ല, രൂപധാരി, ഇതുപോലത്തെ ഒരു ശരീരമുള്ളവനല്ല. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ വിളക്ക് വയ്ക്കും, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കും, ഉദ്ഘാടനം ചെയ്യുമ്പോൾ ദീപം തെളിയിച്ച്, ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നടത്തും. ദീപത്തിന് അത്രയും പ്രാധാന്യം വരാൻ കാരണം പരമാത്മാ രാമൻ ജ്യോതിസ്വരൂപനാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ 3 രാമന്മാരുടെ കഥയാണ്. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രാമൻ്റെ യാത്ര. അതായത് ഒരു മനുഷ്യ ആത്മാവിൻ്റെ ജീവിതയാത്രയുടെ പേരാണ് രാമായണം. രാമായണ ചരിതം എന്നാണ് പറയുക അല്ലേ? രാമായണം ചരിത്രമാണ്, മഹാഭാരത കഥ. മഹാഭാരത കഥ. കഥ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കഥ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കഥ, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? അപ്പം എന്താ കഥ എന്ന് പറഞ്ഞാൽ? ഉള്ള കാര്യമാണോ പറയുക? ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ച് പറയുന്നതിൻ്റെ പേരാണ് കഥ. അതിൽ ചിലർക്ക് നന്നായി കഥ എഴുതാൻ അറിയാം, ചിലർക്ക് കഥ എഴുതാൻ കഴിവ് കുറവായിരിക്കും. ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ കുറേ കഥകളൊക്കെ വരില്ലേ? ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ മതിയോ ആ അതിനെക്കുറിച്ച് വലിയ കഥ ഉണ്ടാകും. അപ്പം ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറയുന്നതിൻ്റെ പേര് കഥ. ജീവിച്ചു കഴിഞ്ഞു പോയ കാര്യത്തിൻ്റെ പേര് ചരിതം, ചരിത്രം
അല്ലേ? അപ്പോൾ രാമായണം നമ്മുടെയൊക്കെ ജീവിത ചരിത്രമാണ്. ഒരാത്മ ഈ ഭൂമിയിലേക്ക് വന്ന് ജീവിച്ച് തീർന്ന് തിരിച്ചു പോകുന്ന അത്രയും കാലത്തിനുള്ളിൽ കടന്നുപോയ കഥകൾ, ജീവിത ചരിത്രത്തെ രാമായണം എന്ന് പറയുന്നു. അപ്പം രാമായണം നമുക്കെല്ലാവർക്കും പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളത് തന്നെയാണ്. നിങ്ങളൊക്കെ രാമായണം പഠിച്ചോ? ഇതിൽ ആരൊക്കെ രാമായണം വായിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട്? 1 പേജ് വായിച്ചു, 2 പേജ് വായിച്ചു, അല്ലെങ്കിൽ ഒരധ്യായം വായിച്ചു, അതല്ല. പൂർണ്ണമായി രാമായണം വായിച്ചവരാരൊക്കെ ഉണ്ട്? തീർക്കാനുള്ള പരിപാടിയിലല്ലേ? തീർത്താ പോരാ, അത് പഠിക്കണം. നമ്മൾ രാമായണം വായിച്ച് കടന്നു പോകും. എല്ലാ വർഷവും രാമായണം വായിക്കുന്നവരുണ്ട്. പക്ഷെ ആ രാമായണത്തിൻ്റെ പൊരുൾ എന്താണെന്ന് എത്രമാത്രം നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് നമ്മുടെ ഹൈന്ദവ ആചാരത്തിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ഒരു നിർബന്ധങ്ങളും ഇല്ല. ആരെങ്കിലും പറയാം ഗീത പഠിക്കണം നിർബന്ധമായിട്ട്? ഇല്ല. രാമായണം പഠിക്കണം എന്ന് പറയുന്നുണ്ടോ? വേദങ്ങൾ പഠിക്കണം എന്ന് പറയുന്നുണ്ടോ? ഒന്നും നമ്മളെ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വായിക്കാം, പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കണ്ട. അതേസമയം മറ്റൊരു ധർമ്മത്തിലാണെങ്കിൽ, ഒരു ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഒരു മുസ്ലിം ആയിക്കോട്ടെ, അവർക്കൊക്കെ അവരുടെ ധർമ്മത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. കുഞ്ഞു പ്രായം തൊട്ട് ധർമ്മ പഠനം അവർ തുടങ്ങുകയായി. വേദ പഠനം പഠിക്കുന്നു. അതായത് ഈ സൺഡേ ക്ലാസ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾക്കുണ്ട്, വേദ ക്ലാസ്സിന് പോകണം. അതുമാതിരി മുസ്ലിംസിനും മദ്രസയിൽ പോയിട്ട് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇത്ര പോകുന്ന മക്കൾ പോലും എനിക്ക് ഓടുന്നു കാണാം. അവർ ചായ കുടിച്ചോ പല്ല് തേച്ചോ ഒന്നും പ്രശ്നമല്ല. എന്താ പറയുക, ഒരു കുപ്പായല്ലേ, അതിൻ്റെ പേരെന്താ, പർദ്ദയോ മഫ്തയോ എന്തോ ഇട്ടിട്ട് എല്ലാവരും പറഞ്ഞയക്കും. എന്നിട്ട് വന്നിട്ട് മതി, പഠിച്ച് ആഹാരം കഴിച്ചാൽ മതി, പഠനം എന്നിട്ട് മതി എന്നാണ്. അപ്പോൾ അവരുടെ ആ പുരാണത്തെ, അവരുടെ ഇതിനെക്കുറിച്ച്, ധർമ്മത്തിനെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ട്. അത് പഠിക്കാത്തവർക്ക് വിവാഹ സമയത്ത് പ്രശ്നം വരും, മരണസമയത്ത് പ്രശ്നം വരും, അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പ്രശ്നം വരും. നമ്മുടെ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറയുമോ? നിങ്ങൾ മരിച്ച്, നിങ്ങൾ ഗീത പഠിച്ചിട്ടില്ല അതുകൊണ്ട് ശ്മശാനത്തിൽ ദയിപ്പിക്കില്ല എന്ന് പറയുമോ? ഇല്ല. അതാണ് വ്യത്യാസം. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് അറിയണം, പഠിക്കണം. വെറുതെ വായിച്ചു പോയാലൊന്നും കാര്യമില്ല. രാമായണം വായിക്കാൻ കുറേ പേര് ശീലിച്ചിട്ടുണ്ടാവും, അത് വായിച്ചിട്ടുണ്ടാവും. പക്ഷെ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ പ്രാക്ടിക്കൽ കൊണ്ടുവന്നു എന്നുള്ളത് കൂടി അറിയണം. അത് നമുക്ക് അത്യാവശ്യമായൊരു കാര്യമാണ്. ഓരോരുത്തരും ഇപ്പം രാമായണ മാസം കഴിഞ്ഞ് ഇന്നത്തോടെ 31 ദിവസം കൊണ്ട് കഴിഞ്ഞ് ആ പുസ്തകം അടച്ചു പൂട്ടി കൊണ്ടുവച്ചു. അടുത്ത വർഷം കർക്കിടകം വരണം വീണ്ടും ആ പുസ്തകം ഒന്ന് എടുക്കണമെങ്കിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ വർഷത്തിലൊരിക്കൽ വഴിപാട് പോലെ 1 മണിക്കൂർ അങ്ങോട്ട് വായിച്ച് തീർത്ത് കൊണ്ടുവയ്ക്കാനുള്ളതല്ല. അത് നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് മുന്നേറാനുള്ളതാണ്. അപ്പോഴേ ഒരു രാമായണം ആയിക്കോട്ടെ, ഒരു ഗീതയായിക്കോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് നന്നായി പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി മാറുന്നുള്ളതാണ്. പക്ഷെ നമ്മളാരും ചെയ്യുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ രാമായണ പാരായണം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണണം, സീരിയൽ കാണണം, അല്ലേ? സീരിയൽ കാണാത്തവരുണ്ട് അവിടെ? കാണാത്തവരുണ്ടല്ലേ? വെരി ഗുഡ്. കാണില്ല അല്ലേ? വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ 4 ആളെങ്കിലും ഉണ്ടായല്ലോ. സത്യത്തിൽ സീരിയൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? റിയൽന്ന്. റിയൽ ആണെങ്കിലേ കാണാവൂന്ന്. പക്ഷെ നിങ്ങൾ കാണുന്നത് സീരിയലാണോ? അത് അല്ല. ഇന്ന് വീടുകളിൽ പ്രശ്നങ്ങൾ പോലും ഈ സീരിയലിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. സീരിയലിൻ്റെ സമയത്ത് വേറെ ആരെങ്കിലും TV വെച്ച് കഴിഞ്ഞാൽ എന്താവും? വഴക്കായി. ഞാൻ മീനങ്ങാടിയിൽ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തേ ഒരു മുത്തശ്ശി വരുന്നുണ്ടായിരുന്നു ക്ലാസ്സിന്. 85 വയസ്സ് കഴിഞ്ഞ വല്യമ്മയാണ്. വല്യമ്മ നല്ല പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. വടിയൊക്കെ കുത്തി പിടിച്ച് വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ക്ലാസ്സിൽ മുന്നിൽ വന്നിരിക്കും, ഏറ്റവും മുന്നിൽ. സമയം നോക്കും. 5:30 സിസ്റ്ററെ. നോക്കി എന്താ കാര്യം? അല്ല, സീരിയലുണ്ട്, എനിക്ക് കാണാൻ പോണം. പിന്നെ ക്ലാസ്സിലിരിക്കില്ല. 5:30 മണി കഴിഞ്ഞാൽ പിന്നെ അമ്മേനെ ഇവിടെ കാണില്ല. ഞാൻ പോവാ സിസ്റ്റർ, എനിക്ക് മതി ക്ലാസ്, ബാക്കിയുള്ളവരൊക്കെ കേട്ടോട്ടെ. എനിക്കത് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാനത് 5:30 മണിക്ക് അത് ഓൺ ചെയ്തിരുന്ന 11 മണി വരെ പിന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് എനിക്കില്ല.
വേറൊരാൾക്ക് വാർത്ത കാണാൻ വിട്ടുകൊടുക്കില്ല, വേറെ ഒന്നിനും എഴുന്നേറ്റില്ല. ആഹാരം പോലും അതിൻ്റെ മുന്നിൽ കൊണ്ടു കൊടുക്കണം അത്ര അമ്മയ്ക്ക്. അവരെ മരുമകളും വരുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ അമ്മ പോയപ്പോൾ പറയാ, ഇനി രാത്രി 8:30 കഴിയുമ്പോൾ ആഹാരം അമ്മയ്ക്ക് അതിൻ്റെ മുന്നിൽ കൊണ്ടു കൊടുക്കണം. അത് എളുപ്പമാണ് ഞങ്ങൾക്ക്, ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയല്ലേ? സീരിയലായിരിക്കില്ല, അവർ TV ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, TV-യുടെ മുന്നിൽ ഇരുത്തിയിട്ട് മക്കൾക്ക് ആഹാരം കൊടുക്കും. കാർട്ടൂൺ വെച്ചിട്ടല്ലേ കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് അത് ടേസ്റ്റ് ഉണ്ടോ, വയറ് നിറഞ്ഞോ ഒന്നും അറിയില്ല. എന്താ മോള് കഴിച്ചത്, നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ട്, അതന്നെ. എന്ത് നന്നായി, എന്താ കഴിച്ചതെന്നുള്ളത് അറിയില്ല. അങ്ങനെ അത്രമാത്രം അടിമയായി കഴിഞ്ഞു മനുഷ്യന്മാരെന്തിന്, ഈ TV എന്ന രാവണൻ്റെ വായിൽ. അതൊരു രാവണനാണ്. അപ്പോൾ സീതമാരെയൊക്കെ ആരാ കട്ടുകൊണ്ടുപോയിരിക്കുന്നത്? രാവണൻ അല്ലേ? അപ്പോൾ ആ TV എന്ന രാവണൻ വായ തുറന്നു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തണം നിർബന്ധമില്ല. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമോ? ഇരുട്ടാവുമ്പോൾ അല്ലേ? ഇരുട്ടാവുമ്പോഴല്ലേ വിളക്ക് കൊളുത്തുക? എത്ര മണിക്ക് വിളക്ക് കൊളുത്തും? വിളക്ക് കൊളുത്തും. അതല്ലേ, വെരി ഗുഡ്. എന്തായാലും നിങ്ങളൊക്കെ നല്ല നല്ല ഭക്തരാണപ്പോൾ. ഞാൻ പലയിടത്തും കേട്ടപ്പോൾ എന്താ പറയുക, സിസ്റ്റർ ഇരുട്ടാവുമ്പോൾ വിളക്ക് കൊളുത്താന്ന്. 7 മണിയായാലും കുഴപ്പമൊന്നുമില്ല. ഇരുട്ടാവുമ്പോൾ വിളക്ക് കൊളുത്തുന്ന എന്തിനാ? കണ്ണ് കാണാൻ, അല്ലാണ്ട് വിളക്ക് കൊളുത്തുന്ന എന്തിനാ? അങ്ങനെയല്ലേ? സത്യത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വിളക്ക് കൊളുത്തണം എന്നാണ് പറയുക. കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വീടിൻ്റെ ഉള്ളിൽ പ്രകാശം പരത്തിയിരിക്കണം. കാരണം ഇരുട്ടാക്കരുത് എന്ന്. അതുകൊണ്ടാണ് പണ്ട് വീടുകളിൽ എല്ലാ ലൈറ്റും കെടുത്തിയാലും ഒരു കുഞ്ഞ ലൈറ്റിനെ ഓൺ ചെയ്ത് വയ്ക്കില്ലേ? ഇരുട്ടിൽ അന്ധകാരത്തിൽ ആരും ഉറങ്ങാറില്ല. കാരണം പ്രകാശം എപ്പോഴും നിലനിർത്തേണ്ടതാണെന്ന്. പക്ഷെ ഇന്ന് മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ അന്ധകാരം നിറഞ്ഞു പോയപ്പോൾ പ്രകാശമില്ല, വേണ്ട. അതുകൊണ്ട് ഇരുട്ട് വരുന്ന നേരത്ത് വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി. വിളക്ക് കണ്ണ് കാണാനല്ലേ, അല്ലാണ്ട് ഭഗവാനെ നമിക്കാനൊന്നും അല്ലല്ലോ. ആ രീതിയിലേക്ക് ചേഞ്ചായി. കാലം മാറി, കോലം മാറി, രൂപരേഖകളൊക്കെ മാറി. ഭക്തിയുടെ രീതിയും മാറിപ്പോയി കഴിഞ്ഞു. ഭക്തിയിൽ പണ്ട് കാലത്ത് ഭക്തി ചെയ്തിരുന്നത് ഭഗവാനെ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു. ഭഗവാന്റെ ഒരു സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയായിരുന്നു ഭക്തി ചെയ്തിരുന്നത്. ഇപ്പോൾ ഭക്തി ആളുകളുടെ മുന്നിൽ നമ്മുടെ ആടതാടകളെ കാണിക്കാനും അല്ലേ? അമ്പലത്തിലൊക്കെ പോയാൽ നല്ല പട്ട് സാരി കൊടുത്തിട്ട് വന്ന്, നീ ഇതെവിടെ നിന്നോ വാങ്ങി, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കൊള്ളാം, ഈ മാലപ്പോൾ പുതിയത് മേടിച്ചതാ അല്ലേ? എങ്ങനെയൊക്കെയല്ലേ ചർച്ചകൾ. അമ്പലത്തിൽ പോയി നടയിലൊന്ന് തൊഴുതു പോന്നു കഴിഞ്ഞ് പിന്നെ ഇതൊക്കെയാ ചർച്ചകൾ. മോൻ വന്നോ, അല്ലെങ്കിൽ മോൻ്റെ കല്യാണം കഴിഞ്ഞോ, മോളെ കെട്ടിച്ചു കൊടുത്തോ, മക്കൾ എത്ര ആളായി, ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് നമുക്കേത്? അമ്പലം. കാരണം അപ്പോഴേ ഒന്നിച്ചു കൂടുള്ളൂ. അല്ലെങ്കിൽ അവനവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കല്ലേ, പിന്നെ നമുക്ക് വേറൊന്നിനും സമയമില്ല. അപ്പം ഈ രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞു. അപ്പം ഭക്തിനെ കുറച്ചൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട സമയമായി. പ്രകൃതി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ അവിടെ ആയിരുന്നു ഈ സമയത്ത് എല്ലാവരും ദുഃഖത്തിലായിരുന്നത് അല്ലേ? എന്ത് നടന്നിട്ട്? ഉരുൾപൊട്ടൽ നടന്നിട്ട്. പ്രളയം എന്ന് പറയാൻ പറ്റില്ല അതിന്, ഉരുൾപൊട്ടൽ. മലയങ്ങ് ഇടിഞ്ഞു വന്ന് ആ ഭാഗത്തുള്ള വീടുമില്ല, മനുഷ്യനുമില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ താമസിച്ചെന്ന് പോലും അറിയാതെ നശിപ്പിച്ച് കളഞ്ഞു. ഈ പ്രാവശ്യം പ്രകൃതി എവിടേക്കാണ് പോയി എന്നറിയോ? എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡിലേക്ക് പോയി. അപ്പോൾ പ്രകൃതി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മാറി 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 അതിനെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ചൊക്കെ ആത്മീയത, സ്പിരിച്വാലിറ്റി വേണം നമ്മുടെ ഉള്ളിൽ. ഇന്ന് മനുഷ്യന്മാരോട് ആത്മീയതയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പറയും, അയ്യോ ഞങ്ങളില്ല കേട്ടോ, ഞങ്ങൾ സന്യാസിമാരൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ട ഇത്. സന്യാസി എന്ന വാക്കിൻ്റെ അർത്ഥം ത്യാഗം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കാവ്യ ഉടുത്തതുകൊണ്ട് സന്യാസി ആയിക്കൊള്ളണമെന്നില്ല, ജട ധരിച്ചതുകൊണ്ട് സന്യാസി ആവണമെന്നില്ല, രുദ്രാക്ഷം ജപിച്ചതുകൊണ്ട് സന്യാസി ആവണമെന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള അവഗുണങ്ങളെ ത്യജിക്കാൻ തയ്യാറായാൽ നിങ്ങൾ സന്യാസിയാവും. ഇപ്പം നമ്മുടെ ഉള്ളിൽ അവഗുണങ്ങളുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? വലിയ മുടിച്ചൊക്കെ ഉണ്ടോ? അവഗുണങ്ങളുണ്ടോ? എന്താണെന്നറിഞ്ഞാലല്ലേ സിസ്റ്റർ അത് പറയുക അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള അവഗുണം എന്ന് പറഞ്ഞാൽ
കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, ഈർഷ്യ, വിദ്വേഷം, വെറുപ്പ്, അസൂയ, അവരൊക്കെ നമ്മുടെ കൂടിയില്ലേ? നമ്മുടെ വീട്ടിലുള്ളതിനപ്പുറം വേറൊരാളുടെ അപ്പുറത്തെ വീട്ടിൽ വന്നാൽ അസൂയായി. അതെങ്ങനെയാ അവർ എന്നേക്കാൾ വലുത് വാങ്ങുക അല്ലേ? 100% ഈ അവസ്ഥയിലാണ്. അടച്ചു പറഞ്ഞില്ല. 100% നമ്മൾ നമ്മളെ സ്വയം പരിശോധിക്കുക. നമുക്കിങ്ങനെ പറയുമ്പോൾ പൊതു സദസ്സിൽ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുമൊന്നുമില്ല. പക്ഷെ സ്വയം നിങ്ങളെ പരിശോധിച്ച് നോക്കൂ. എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ അവഗുണങ്ങളുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ പേഴ്സൻറ്റേജ് വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. 100% ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലർ ദേഷ്യപ്പെടില്ല എന്ന് പറയും. ഇന്നാൾ ഞങ്ങൾ ഇവിടെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ദേഷ്യം വരാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 ആൾ കൈ ബന്ധിച്ചു. അപ്പം ഞാൻ അതിലൊരാളെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, കരയാറുണ്ടോ? അത് ദേഷ്യമല്ലേ? ദേഷ്യത്തിൻ്റെ മറ്റൊരു ഭാവമാണ് കണ്ണീര്. പ്രകടമാക്കാൻ മറ്റ് വാക്കുകൾ പറയാൻ പറ്റാത്തടത്ത് നമ്മൾ എന്ത് ചെയ്യും? ഗംഗയും യമുനയും ഇങ്ങനെ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും അല്ലേ? പിന്നെ ചോറ് കഴിക്കുമ്പോൾ പിണങ്ങാറുണ്ടോ? ദേഷ്യം വന്നിട്ട് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാറുണ്ടോ? ചിലപ്പോൾ പരസ്പരം ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ടാവും. അത് നിൻ്റെ ചോറൊന്നും എനിക്ക് വേണ്ട, ഒറ്റ പോക്ക്. അപ്പം അത് ഇത് ഭാവ ദേഷ്യം അല്ലേ? ഇതേപോലെ നിങ്ങൾ ഓരോ കാര്യം ഇങ്ങനെ ചകഞ്ഞ് നോക്കിയാൽ ദേഷ്യത്തിൻ്റെ എത്ര മക്കളും പേരമക്കളുണ്ടെന്നറിയോ? അവരൊക്കെ കൂടെ വരും. അപ്പം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെയൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാനും ഇതിനെ പരിവർത്തനം ചെയ്യാനും പഠിപ്പിക്കാനുള്ള സ്ഥലമാണ് ബ്രഹ്മകുമാരീസ്. ബ്രഹ്മകുമാരീസിൻ്റെ ക്ലാസ്സിൽ നമ്മുടെ ഉള്ളിലുള്ള അവഗുണങ്ങളെ തിരുത്താനേ പഠിപ്പിക്കുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ജീവിതം ഉപേക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഉപേക്ഷിക്കേണ്ട, സന്യാസിയാണെന്ന് പറഞ്ഞ് കാവി ഉടുത്ത് നടക്കണ്ട, നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വലിച്ചെറിയണ്ട. ഇതെല്ലാം നിറവേറ്റുമ്പോഴും ആത്മീയതയെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുക. നമ്മൾ ആത്മീയത നമ്മുടെ കൂടപ്പിറപ്പാണ്. അതിനെ എന്നേക്കുമായിട്ട് കുഴിച്ചു മൂടിയിട്ട് ഭൗതികതയിൽ മാത്രം പോകുമ്പോഴാണ് നമുക്ക് ദുഃഖവും അശാന്തിയും നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ ആത്മീയത എന്ന സഹോദരിയെ എപ്പോഴും കൂടെ നിർത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാകും അല്ലേ? ഭഗവാനെ വിളിക്കുമ്പോൾ പലരും പല രീതിയിലല്ലേ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ഒരു ഉദാഹരണം, ഒരു കഥ പറഞ്ഞു തരാം. നമ്മളെ സിസ്റ്റർ എന്നാട്ടോ പറയുക. സഹോദരി എന്ന അർത്ഥത്തിലാണ്, സ്വാമിനിയൊന്നുമല്ല നമ്മൾ. സിസ്റ്റർ അല്ലെങ്കിൽ ബഹൻജി. ഹിന്ദിയിൽ പറയുമ്പോൾ ബഹൻജി, ഇംഗ്ലീഷിൽ പറയുമ്പോൾ സിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ എന്ന് വിളിക്കുന്നതുകൊണ്ട് എളുപ്പത്തിന് അങ്ങോട്ട് സിസ്റ്റർ എന്ന് പറയാം. അപ്പോൾ സിസ്റ്റർ ഒരു കഥ പറയുകയാണ്. ഒരു സ്ഥലത്ത് ഒരു വലിയ നമ്പൂതിരി ഉണ്ടായിരുന്നു. ഈ നമ്പൂതിരി പരമഭക്തനായ നമ്പൂതിരിയാണ്, പരമഭക്തനാണ്. അപ്പം നമ്പൂതിരിക്ക് ഒരു സേവകനുണ്ട്, ഒരു ആദിവാസി സേവകൻ. ഈ ആദിവാസിക്ക് പഠിപ്പില്ല, അറിവില്ല, വലിയ വിവേകമൊന്നും കാണിക്കാനില്ല. ഈ സ്വാമി പണ്ഡിതൻ്റെ നമ്പൂതിരിയുടെ മാതിരിയുള്ള കഴിവുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്ത് നമ്പൂതിരി പറഞ്ഞാൽ അതൊക്കെ കൊണ്ടു കൊടുക്കാൻ മാത്രമേ അവനറിയുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഈ നമ്പൂതിരി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യും, ഒറ്റക്കാലിൽ ജപിക്കും നിന്നിട്ട് മണിക്കൂറുകളോളം. അപ്പോൾ ഒരു ദിവസം 2 മണി നേരത്ത്, പുലർച്ചെ 2 മണി നേരത്ത് ഈ ആദിവാസിയായ സേവകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ സ്വാമി ഒറ്റക്കാലിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവന് ഭയങ്കര വിഷമായി. എന്ത് കാരണം കൊണ്ടാണ് സ്വാമി ഒറ്റക്കാലിൽ നിൽക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഉടനെ അവൻ ചെന്നിട്ട് തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങ് എന്തിനു വേണ്ടിയാണ് ഈ ഒറ്റക്കാലിൽ നിന്ന് ഇത്ര കഷ്ടപ്പെടുന്നതെന്ന്. അപ്പോൾ ഇവനോട് എന്ത് പറയാനാ? ഭഗവാനെ സാക്ഷാത്കാരം കാണാനെന്ന് പറഞ്ഞ വിദ്യയില്ലല്ലോ, അപ്പോൾ അവന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇയാൾ മനസ്സിൽ ഉറപ്പിച്ചു ഇവനോട് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെടണം. അപ്പോൾ പറഞ്ഞു, ഞാൻ കാട്ടിലുള്ള സിംഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവൻ പറഞ്ഞു, തിരുമേനി അങ്ങേക്ക് സിംഹത്തിനെ, അവന് സിംഹം എന്ന് പറയാൻ പോലും അറിയില്ല, സിംഹത്തിന് അടിയൻ കൊണ്ടുവന്ന് തരാം, അങ്ങനെ കഷ്ടപ്പെട്ട് ഒറ്റക്കാലിൽ നിൽക്കണ്ട, അങ്ങക്ക് അടിയൻ കൊണ്ടുവന്ന് തരാം, അങ്ങ് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞു, വേണ്ട ഞാൻ തപസ് ചെയ്ത് വേണ്ട വേണ്ട വേണ്ട, ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങ് ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല
എൻ്റെ എൻ്റെ തിരുമേനി, എൻ്റെ സ്വാമി ഇത്രയും കഷ്ടപ്പെടുന്നതിൽ എനിക്ക് സമ്മതമല്ല. എന്നിട്ട് അവൻ ഇറങ്ങിപ്പോയി. തമ്പ്രാൻ്റെ സിംഗം വാ വാ, തമ്പ്രാൻ്റെ സിംഗം വാ വാ എന്ന് പറഞ്ഞാൽ അവൻ കാട്ടിലേക്ക് നടക്കുകയാണ്. നടന്ന് 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 കൊടുങ്കാട്ടിലെത്തി. അവൻ ഉണ്ണാൻ മറന്നു, വെള്ളം കുടിക്കാൻ മറന്നു, മലമൂത്ര വിസർജനങ്ങൾ മറന്നു, എല്ലാം മറന്നു. അവനൊരു രക്ഷയുള്ളൂ, അവൻ്റെ സ്വാമിക്ക് വേണ്ടി, അവൻ്റെ തമ്പ്രാന് വേണ്ടി സിംഹത്തിനെ കൊണ്ടുവരണം. അങ്ങനെ അവൻ എന്ത് ചെയ്തു? കാട്ടിലേക്ക് പോയി 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 അവൻ കുഴയാണ്, വീഴാറായി തുടങ്ങി. പക്ഷെ ഭഗവാൻ അത് കണ്ടിട്ട് സഹി കെട്ടു. ഭഗവാൻ സാക്ഷാൽ അവിടെ പ്രത്യക്ഷമായി. എങ്ങനെ? ഒരു സിംഹത്തിൻ്റെ രൂപത്തിൽ ചാടി വീണു അവൻ്റെ മുന്നിലേക്ക്. അട്ടഹസിച്ച് സിംഹത്തിൻ്റെ ഗർജനം കേട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ ചാടി വീണപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറയാ, എനിക്കറിയാം നീ വരുന്ന്, ഞാൻ എൻ്റെ തമ്പ്രാന് നിന്നെ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞൊരു കാട്ടിലെ വള്ളി പറിച്ച് സിംഹത്തിൻ്റെ കഴുത്തിൽ കെട്ടി വലിച്ചിട്ട് കൊണ്ടുവരികയാണ്. വലിച്ചു കൊണ്ടുവന്നിട്ട് പറയാണ്, സ്വാമ ഉറക്കെ വിളിക്കുക, തമ്പ്രാ സിംഹത്തിനെ കിട്ടിയെന്ന്. അങ്ങനെ ഇവനെ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ തിരുമേനി ആകെ പേടിച്ചു പോയി. ഈ സിംഹത്തിനെയും കൊണ്ട് അവൻ വരുന്ന വരവ്. അപ്പോൾ അവിടെ നിർത്തിക്കോ, അവിടെ കെട്ടിക്കോ എന്ന് പറയുകയാണ്, നിങ്ങൾ കൊണ്ടുവരണ്ടാന്ന്. അങ്ങനെ അവൻ അവിടെ ഒരു മരത്തുമ്മ കെട്ടിയിട്ടപ്പോൾ സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? ഇവരെ തമ്പുരാന്. നിന്റെ പാണ്ഡിത്യ ഭക്തിയിൽ സന്തോഷവാനായതല്ല ഞാൻ, ഇവൻ്റെ അകമഴിഞ്ഞ ആ ഭക്തിയുടെ യഥാർത്ഥ പ്രേമത്തിൻ്റെ മുന്നിൽ ഞാൻ പ്രത്യക്ഷമായതാണ്, അല്ലാണ്ട് നിൻ്റെ പാണ്ഡിത്യത്തിലല്ല. അപ്പോൾ പാണ്ഡിത്യത്തിലല്ല ഭഗവാൻ നമ്മുടെ അടുത്ത് വരിക. ഏതിൻ്റെ ആധാരത്തിലാണ്? സമർപ്പണത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഈശ്വരനോട് യഥാർത്ഥമായ സമർപ്പണ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്താൻ, പ്രീതിപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വലിയ രീതിയിൽ എന്താ പറയുക, വലിയ നേർച്ചകളും വഴിപാടുകളും കൊണ്ടു കൊടുക്കണമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതം ഉപേക്ഷിക്കാൻ പറയുന്നില്ല, മക്കളെ ഉപേക്ഷിച്ച് വരാൻ പറയുന്നില്ല, കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പറയുന്നില്ല. യഥാർത്ഥ പ്രേമം മാത്രമേ വേണ്ടൂ. പ്രേമം എന്ന വാക്കിന് വികലമായ രൂപത്തിൽ ഇന്ന് അർത്ഥം മാറിയതിന് മാറ്റിയിട്ട് യഥാർത്ഥമായ പ്രേമിക്കുന്നവരായി മാറാൻ. ആരെ പ്രേമിക്കാൻ? ഭഗവാനെ പ്രേമിക്കാൻ. അത് നിങ്ങൾ ഏത് രീതിയിലാണോ ഭജിക്കുന്നത് ആ രീതിയിൽ സമർപ്പണമായിരിക്കണം. അതാണ് നമ്മൾ ബ്രഹ്മകുമാരിസ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഭഗവാനോട് സമർപ്പണത്തോടെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്, ഭഗവാനെ യഥാർത്ഥത്തിൽ ഓർമ്മിക്കാൻ പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മുടെ വിദ്യാലയത്തിലെ പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാലയം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കുള്ളതല്ലേ? ആണോ അല്ലയോ? നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഞങ്ങളുടെ സ്റ്റുഡൻസ്. വലിയ മുത്തശ്ശിമാരുണ്ട്, മുത്തശ്ശന്മാരുണ്ട്, അതുപോലെ തന്നെ ചെറിയ മക്കളുണ്ട്. 6 വയസ്സായ കുട്ടിയുണ്ട്, 100 വയസ്സായ മുത്തശ്ശനുണ്ട്. 4 തലമുറകൾക്ക് ഒരേപോലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാഠങ്ങൾ പഠിപ്പിക്കാൻ വിദ്യാർത്ഥിയാകുകയാണ് വേണ്ടത്. വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ എന്താർത്ഥം? വിദ്യയെ നേടാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പം നമ്മുടെ കവികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഭാരതത്തിലെ കവികൾ പാടിയിട്ടുണ്ട്, ഈ ഭൂമിയിലുള്ള ഒരു പുൽക്കൊടിയിൽ നിന്ന് പോലും പല പാഠങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ എന്നും പുതിയ പുതിയ പഠിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. ചിലവരോട് പറഞ്ഞാൽ പറയും, ഇനി ഈ വയസ്സുകാലത്ത് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ സമയത്ത് എന്ത് പഠിക്കാനാ അല്ലേ? ആണോ അല്ലയോ? അതേന്ന് കണ്ട. നമുക്കെന്നും കുറേ പഠിക്കാനുണ്ട്. അതായത് വരണമാല്യം ചൂടി കാത്തിരുന്നു എന്ന് പറയുന്നവർ പറയും, ഇപ്പം പറയാൻ പറയും, ഞങ്ങൾ മരണമാല്യം ചൂടി കാത്തിരിക്കുകയാണെന്ന് അല്ലേ? മരണത്തിന് വരിക്കല്ല. അപ്പം നിങ്ങൾ വയസ്സായവർ മരിക്കുന്നതെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ചെറുപ്പക്കാരാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ അല്ലേ? നല്ല യുവാവായിട്ട് ആരോഗ്യത്തോടെ അല്ലെങ്കിൽ യുവതിയായിട്ട് ഓടി നടന്നിരുന്ന നാളെ പിറ്റേ ദിവസം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളെന്താ പറയുക? അയ്യോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെയല്ലേ പറയുക? നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. നമ്മളെ കാഴ്ചയ്ക്കുള്ള ആരോഗ്യമല്ലേ നമുക്കറിയുള്ളൂ. അപ്പം നമ്മളുടെ ആരുടെയും കയ്യിലല്ല നമ്മുടെ ആയുസ് എന്നുള്ളത്. അതുകൊണ്ട് എന്നും പഠിക്കണം, പുതിയ പുതിയ അറിവുകൾ നേടണം. അപ്പം ആദ്യത്തെ നമ്മുടെ പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, നിങ്ങളാരാണ് എന്നുള്ളത്. നമ്മളാരാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ എന്താ പറയുക? ഓരോരുത്തരെയും വിളിച്ച് ഞാൻ ചോദിച്ചാൽ പറയും, ഞാൻ ഇന്ന വീട്ടിലത്തെയാണ്, ഇന്ന തറവാട്ടിലത്തെയാണ്, എൻ്റെ പേര് ഇന്നതാണ്, ജോലി ഇന്നതാണ് അല്ലേ?
സ്ഥാനമാനങ്ങളൊക്കെ പറയും. അതൊക്കെ എത്ര നേരത്തേക്കുള്ളതാണ്? നിമിഷ നേരത്തേക്ക്, നൈമിഷികം മാത്രമാണ്. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കുമോ? സഹകരിക്കാം. എന്നാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൈ, വലത് കൈ ഇങ്ങനെ നീട്ടുക. ഞാൻ ഇടത് കൈ ആട്ടോ നീട്ടിയിരിക്കുന്നത്. വലത് കൈയിൽ ചെറിയൊരു കെട്ടുള്ളത് കൊണ്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളും ചോദിക്കണം. ഇതെന്താണ്? എന്താ? കൈ. ആരുടെ കൈ? എൻ്റെ കൈ അല്ല. എൻ്റെ കൈ എന്നല്ലേ പറയുക? അത് ഞാൻ കൈ എന്ന് പറയോ? എൻ്റെ കൈ. നിങ്ങൾ കൈയാണോ നിങ്ങൾ? അല്ല. പിന്നെ ഇത് തൊട്ട് കാണിക്ക്. ഇതെന്താ സാധനം? തല. ആരുടെ തല? എൻ്റെ തല. നിങ്ങൾ തലയാണോ? അല്ല. പിന്നെ ഇതെന്താ സാധനം? ഇങ്ങനെ കാണിച്ചിട്ട് ചോദിക്ക്. ഇതെന്താ സാധനം? ശരീരം. ആരുടെ ശരീരം? നിങ്ങൾ ശരീരമാണോ? പിന്നെന്താ നിങ്ങൾ ശരീരം അല്ലാന്ന് നിങ്ങൾ വേഗം പറഞ്ഞുവല്ലോ. പിന്നെ ആരാ നിങ്ങൾ? ആത്മാവ്. അപ്പം ഈ ആത്മാവ് എന്താ സാധനം? അത് പറഞ്ഞു തരണം. ആത്മാവാണെന്ന് പറഞ്ഞല്ലോ. ആത്മാവ് എന്താ സാധനം? ഒരാൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ആത്മാവ് എന്താ സാധനം? സിസ്റ്റർ ആദ്യം പറഞ്ഞല്ലോ ഈ കൂട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് സീതാന്ന്, അല്ലേ? വെരി വെരി ഗുഡ്. എന്തായാലും പറഞ്ഞ ആദ്യത്തെ കാര്യം ബുദ്ധിയിൽ വെച്ചല്ലോ. അതിന് നിങ്ങൾക്ക് ഒരു കൺഗ്രാജുലേഷൻ. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണ് നിങ്ങളൊക്കെ എന്നർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവാണെന്ന്. ആത്മാ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ആരെങ്കിലും ആത്മാവിനെ കണ്ടവരുണ്ടോ ഇവിടെ? ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? പിന്നിലിരിക്കണ ബായി കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആത്മാവിനെ കാണാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ പക്ഷെ ആത്മാവില്ലെങ്കിൽ ശരീരത്തിന് ഉപയോഗമുണ്ടോ? ആത്മാവ് പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് നമ്മൾ എന്ത് പറയും? ജഡം, ശവം, അല്ലേ? നമ്മളിപ്പോൾ നമ്മളെല്ലാവർക്കും നല്ലൊരു കൂട്ടുകാരനായ ഒരു രാജേട്ടൻ, ഇവിടെ രാജൻ എന്ന പേരുള്ള ആരും ഇല്ലല്ലോ, ഒരു രാജേട്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക. രാജേട്ടന് എന്തോ ആക്സിഡൻ്റായി മരിച്ചു. നമുക്ക് മെസ്സേജ് വന്നു. അപ്പം എല്ലാവരും പരസ്പരം പറയും രാജേട്ടൻ മരിച്ചു അല്ലേ? അങ്ങനെ പറയില്ലേ? അപ്പം രാജേട്ടൻ മരിച്ചു. എങ്ങനെ മരിച്ചു? കാര്യം പറയും. ഇങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ ആക്സിഡൻ്റായി ഇങ്ങനെയായി എന്നൊക്കെ പറയും. പിന്നെ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യും രാജേട്ടനെ കാണാൻ പോവാന്നാണോ പറയുക? രാജേട്ടനെ കാണാൻ പോവാന്ന് പറയോ? ബോഡി കാണാൻ പോണം. എപ്പോഴാണ് ബോഡി മറവ് ചെയ്യുക? അതല്ലേ ചോദിക്കുക. രാജേട്ടൻ എപ്പോഴാണ് കുഴിച്ചിടുക എന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. കാരണം രാജേട്ടനില്ല, അതൊന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ആരേ ഉള്ളൂ അവിടെ? രാജേട്ടൻ്റെ ശവം അല്ലെങ്കിൽ ബോഡി, അത് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പം യഥാർത്ഥത്തിൽ ഈ കാണുന്ന നമ്മളൊക്കെ ആരാ? ശരീരമല്ല, ആത്മാവാണ്. നമ്മൾ ആത്മാവാണെന്നുള്ള ആദ്യത്തെ പാഠാണ് നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആത്മാവാണ് എന്ന് നമുക്ക് ഉറച്ച് മനസ്സിലായി കഴിഞ്ഞാൽ ആത്മാവിൻ്റെ അച്ഛൻ ആരാണെന്നും അറിയണ്ടേ? അപ്പോഴല്ലേ അച്ഛനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മേനെ അറിയാമല്ലോ. അതുകൊണ്ടല്ലേ അവരോട് സ്നേഹമുള്ളത്. മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരോട് സ്നേഹം ഉണ്ടാവില്ലേ? എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ 100 നാവോടെ പറയുന്നതുണ്ടാവും, അല്ലേ? അത് അച്ഛനോടുള്ള സ്നേഹം, അച്ഛനുമായിട്ട് അത്ര പരിചയമുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ആത്മാ എന്ന് പറഞ്ഞ തലയിൽ വെള്ളം വീഴുന്നുണ്ടോ? കുറച്ച് മുന്നോട്ടിരുന്നോളൂ. അതെന്താ അറിയോ? ആരും ഉറക്കം തൂങ്ങാതിരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഉറക്കം വരുന്നുണ്ട് ആർക്കെങ്കിലും? ഇല്ല അല്ലേ? ഇവിടെ ആരുടെയോ കണ്ണടഞ്ഞ് ഞാൻ കണ്ടു, വിരൽ ചൂണ്ടുന്നില്ല. അപ്പം സത്യത്തിൽ ആത്മ എന്നത് ചൈതന്യമായൊരു ശക്തിയാണ്, ഒരു പ്രകാശബിന്ദുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രകാശബിന്ദുവായ ആത്മാവിനെ ഈ ശരീരത്തിന് നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്? ശരീരം നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്? പഞ്ചതത്വങ്ങളെ കൊണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചഭൂത നിർമ്മിതമായ കൂട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ ആത്മാ സീതയാണ് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഈ ശരീരം പഞ്ചതത്വ നിർമ്മിതമാണെങ്കിൽ ആത്മാവിനെ നിർമ്മിക്കുന്നതും എന്തുകൊണ്ടായിരിക്കണം? അതുപോലെ ഒരു ശക്തി ഉണ്ടായിരിക്കണം, വേണ്ടേ?
ആത്മാവിനെ നിർമ്മിച്ചിരിക്കുന്നത് സപ്തഗുണങ്ങളെ കൊണ്ടാണ്, 7 ഗുണങ്ങളെ കൊണ്ടാണ്. സ്നേഹം, ശാന്തി, പവിത്രത, ആനന്ദം, ജ്ഞാനം, ശക്തി, ശുദ്ധി. ഈ 7 ഗുണങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഞാൻ ആത്മാ, അല്ലേ? അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് സ്നേഹം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ കറുത്ത മുഖവും വെളുത്ത കഞ്ഞി എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാറില്ലേ? അങ്ങനെയല്ലേ പറയുക? പിന്നെ അവരെ കറുത്ത മുഖം കാണാൻ പോകേണ്ട ആവശ്യം എനിക്ക് എന്താ ഉള്ളത് പറയും നമ്മൾ. അപ്പോൾ സ്നേഹമില്ല എന്നുള്ളിടത്ത് പോകാൻ പോലും നമുക്ക് താല്പര്യമില്ല. അപ്പോൾ സ്നേഹം നമ്മുടെ ഗുണമായതുകൊണ്ട് സ്നേഹത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഒരു വീട്ടിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ്, അശാന്തമായ അന്തരീക്ഷമാണ്, അവിടെ പോയി ഇരിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മൾ പറയും അമ്മോ അവിടെ പോയാലുണ്ടല്ലോ മനുഷ്യൻ പേടിച്ച് കുറഞ്ഞ് തുള്ളുകയാണ് അവിടെ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ട. അപ്പോൾ ശാന്തമായ സ്ഥലത്ത് ഇവിടെ വന്നിരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ നല്ല ശാന്തിയുടെ വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ശാന്തി നമ്മൾ ഇഷ്ടപ്പെടുന്നു. ശാന്തി ആത്മാവിൻ്റെ സ്വധർമ്മമാണ്. അതുകൊണ്ട് ശാന്തിയെ സ്നേഹിക്കുന്നു. ഇതേപോലെ നമ്മൾ ഓരോ ഗുണവും നോക്കിയോളൂ. ഇവിടെ മുഴുവൻ ചപ്പും ചവറും തിന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് കൂട്ടിയിട്ട സ്ഥലമാണെങ്കിൽ നമ്മൾ പറയാം എൻ്റെ അമ്മോ അവിടേക്ക് അടുക്കാൻ പറ്റില്ല, മൂക്ക് പൊത്തിയിരിക്കണം പറയാറില്ലേ? അപ്പം നമ്മൾ ശുദ്ധി ആവശ്യപ്പെടുന്നില്ലേ? നമ്മുടെ വീടിൻ്റെ ഉള്ളിലും ശുദ്ധിയല്ലേ വേണ്ടത്? എവിടെയാണോ ശുദ്ധിയുള്ളത് അവിടെ ശാന്തി ഉണ്ടാവും. എവിടെയാണോ പവിത്രതയുള്ളത് അവിടെ ശാന്തിയും സുഖവും ഉണ്ടാകും. പവിത്രത ശാന്തിയുടെയും സുഖത്തിൻ്റെയും ജനനിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധി ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് അടുക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇന്ന് നമ്മളൊക്കെ നമ്മുടെ വീട് അടുക്കളയൊക്കെ എന്താക്കാറുണ്ട്? ശ്മശാനം. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ആരാ പറഞ്ഞുണ്ടെന്ന്? അടുക്കളയൊക്കെ ശ്മശാനാവുന്നുണ്ട് എന്നുള്ളത് 100% നിങ്ങൾക്ക് ഉറപ്പാണ്. ശ്മശാനത്തിൽ എന്തേ ഉള്ളൂ? ശ്മശാനത്തിൽ എന്തേ ഉള്ളൂ? അശാന്തി. ശ്മശാനത്തിൽ പോയിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ശ്മശാനം, അതിൻ്റെ ഉള്ളിൽ ഫ്രീസറും ഉണ്ട് സൂക്ഷിച്ച് വയ്ക്കാൻ, അല്ലേ? ഒരാൾ മരിച്ച 4 ദിവസം കഴിഞ്ഞിട്ടാണ് അടക്കം ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. അപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വയ്ക്കും, അത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കും, അല്ലേ? അപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പല ചത്ത സാധനങ്ങൾ, കോഴി ചത്താലും ശവമാണ്, മീൻ ചത്താലും ശവമാണ്, പശു ചത്താലും ശവമാണ്, പോത്ത് ചത്താലും ശവമാണ്, മനുഷ്യൻ ചത്താലും ശവമാണ്. പക്ഷെ ഈ 4 സാധനം ചത്തത് നമ്മുടെ ഫ്രീസറിലിരിക്കും, മനുഷ്യൻ ചത്തത് ഫ്രീസറിൽ വയ്ക്കില്ല. എന്തുകൊണ്ട്? മനുഷ്യ മാംസത്തിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ? എന്ത് നല്ല പോഷകാഹാരങ്ങൾ കൊടുത്ത് എന്ത് നന്നായി ഭംഗിയായി കൊണ്ട് നടക്കുന്നു. എന്നിട്ട് എന്തേ നമ്മൾ ആ ശവം മാത്രം ഉപയോഗിക്കാത്തത്? അപ്പം ആ ടേസ്റ്റ് അറിയിക്കാത്തോണ്ടല്ലേ? അത് ഇന്നിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. കെനിയയിലൊക്കെ കുട്ടികളെ പൊരിച്ചു കൊടുക്കുന്ന ഹോട്ടലുണ്ട്. കൊച്ചു മക്കളെ 8 മാസം വയറ്റിലാകുമ്പോൾ പ്രസവിപ്പിച്ചിട്ട് സൂക്ഷിച്ചു വയ്ക്കും. അതിന് നമ്മളെല്ലാവരുടെ മുന്നിലും വെച്ച് തന്നെ സ്ലൈസ് ചെയ്ത്, നിങ്ങൾക്ക് നീഗ്രോ കുട്ടി വേണോ, അല്ലെങ്കിൽ വെള്ളക്കാരൻ്റെ കുട്ടി വേണോ, പെൺകുട്ടി വേണോ, ആൺകുട്ടി വേണോ, ഏത് വേണമെങ്കിൽ കിട്ടും. നിങ്ങളതിനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് സ്ലൈസ് ചെയ്ത് മസാല തേച്ച് തലയടക്കം പൊരിച്ച് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തരും. എന്തേ തിന്നാൽ അല്ലേ? കോഴിയുടെ കുഞ്ഞിന് ടേസ്റ്റ് കൂടുതലാന്ന് പറയുന്നില്ലേ? സിസ്റ്റർ തിന്നിട്ടൊന്നുമില്ല കേട്ടോ. സിസ്റ്റർ തിന്നിട്ടില്ല, ചെറുപ്പം തൊട്ടേ തിന്നിട്ടില്ല, അതുകൊണ്ട് വലിയ അറിവില്ല അതിനെ. പക്ഷെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കോഴി കുട്ടിക്കാണ് ഇത്ര ടേസ്റ്റ് കൂടുതൽ, അല്ലാണ്ട് മൂത്ത കോഴിക്കല്ല. മനുഷ്യൻ്റെ കുട്ടിക്കും ടേസ്റ്റ് ഉണ്ടാവില്ലേ? അതും ഒരു അമ്മയുടെ കുട്ടിയല്ലേ? പശുവിൻ്റെ കുട്ടിയും അമ്മയുടെ കുട്ടിയല്ലേ? പശുവും പാല് കൊടുക്കുന്നില്ലേ? പശു നോക്ക്, കുഞ്ഞിനെ കാണാണ്ടാവുമ്പോൾ എത്ര സമയം കരയുന്നില്ലേ? അപ്പോൾ അതിനും ദുഃഖമില്ലേ? അതിനടിച്ചാൽ അത് വേദനിക്കുന്നില്ലേ? അപ്പോൾ അതിനും വേദനയില്ലേ? എന്നിട്ട് നമ്മൾ സുഖമായിട്ട് അതിനെ കൊണ്ടുവന്ന് വെട്ടി അരിഞ്ഞ് കറി വെച്ച് തിന്നുന്നില്ലേ? അപ്പം നമ്മൾ ആരായി മാറി? രാക്ഷസന്മാർ. ചിത്രത്തിൽ വരയ്ക്കുന്ന രാക്ഷസൻ്റെ രൂപമൊന്നും നമുക്കില്ല,
അല്ലെ? ചിത്രത്തിൽ ഓരോ രാക്ഷസന്മാരെ വരയ്ക്കില്ലേ? 2 വലിയ പല്ലുണ്ടാവും, 2 കൊമ്പുണ്ടാവും, രോമമൊക്കെ ഇത്ര നീളത്തിലുണ്ടാകും, അങ്ങനെയൊക്കെയല്ലേ വരയ്ക്കുക? അതുപോലൊരു രൂപം നമുക്കില്ലാന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിലൊക്കെ എന്തുണ്ട്? രാക്ഷസീയ സ്വഭാവമുണ്ട്. യഥാർത്ഥത്തിൽ സനാതനധർമ്മം, നമ്മൾ സനാതനധർമ്മത്തിന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും? സനാതനധർമ്മം എന്നത്, സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? നശിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തവരാണ് നമ്മുടെ ധർമ്മം. ആ സനാതന ധർമ്മത്തിൽ ആർഷഭാരത സംസ്കാരം എന്നത് ഈ തരത്തിലുള്ള ആഹാര രീതിയൊന്നുമില്ല. പക്ഷെ നമ്മളോട് ബ്രഹ്മകുമാരീസിൻ്റെ ഇതിൽ വരുമ്പോൾ നമ്മൾ പറയും ആഹാരശുദ്ധി വേണം എന്ന് പറഞ്ഞാൽ പറയാം എന്താ പറയുക, സിസ്റ്ററെ അതൊന്ന് കഴുകിയ വെള്ളമെങ്കിലും കിട്ടണം ഇത്തിരി ചോറുണ്ണാൻ അല്ലേ? മീൻ കഴുകിയ വെള്ളമെങ്കിലും കൊണ്ടുവന്നെങ്കിൽ അതിനൊരു മണം അടുത്ത് വെച്ചിട്ട് ചോറുണ്ണാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ അടുത്ത് വരുന്ന ഒരമ്മ പറഞ്ഞതാണ്, സിസ്റ്റർ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാ, പക്ഷെ എൻ്റെ മക്കൾക്കതില്ലാണ്ട് ഒരു വറ്റ അവർ കഴിക്കില്ല. ഇതെവിടെ നിന്ന് വന്ന സംസ്കാരം? എവിടെ നിന്ന് വന്ന സംസ്കാരം അറിയോ നിങ്ങൾക്ക്? വിദേശത്തു നിന്ന് വന്നതാണ്. ബ്രിട്ടീഷുകാരാണ് ഈ മാംസാഹാരം തിന്നാൻ നമ്മളെ പഠിപ്പിച്ചത്. ചുട്ടു തിന്നുന്ന അവർ, നമുക്ക് ചുട്ടു തിന്നാൻ ഇഷ്ടമില്ല. നമ്മളൊക്കെ എന്ത് ചെയ്യും? ഇത്തിരി എരിവും ഉപ്പൊക്കെ കുറഞ്ഞാൽ തിന്നോ? എരിവും ഇല്ല, ഉപ്പും ഇല്ല, മസാലയില്ല, ഈ സാധനം എങ്ങനെ തിന്നാനാന്ന് പറയും. അപ്പോൾ അത് ഒറിജിനൽ തിന്നാൻ ടേസ്റ്റ് ഉള്ളതല്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കുറേ മസാലയൊക്കെ ചേർത്ത് ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ നാവിൻ്റെ രസമുകുളങ്ങളെ ഓവർ ടേസ്റ്റിലേക്ക് കൊണ്ടുവന്ന് തിന്ന് രുചിക്കുന്നു. ചവച്ചാൽ ചവയ്ക്കാൻ പറ്റുന്ന സാധനം നല്ല അത് അല്ലേ? ഈ ചുയിങ്കം വായിലിട്ട് ചവച്ചാൽ അത് അരിയോ? അതുമാതിരിയല്ലേ ഇറച്ചിയൊക്കെ വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്, വിഴുങ്ങും, പിന്നെ പണിയൊക്കെ ആര് ചെയ്യും? വയറ് ചെയ്തോളൂ അല്ലേ? അമ്മ തിന്നില്ല, കഴിക്കില്ലല്ലേ? അതാണ് ഇങ്ങനെ സന്തോഷമായിട്ട് നമ്മൾ പറയുമ്പോൾ ഭയങ്കര അസ്വസ്ഥത. പക്ഷെ തിന്നുന്നില്ലെങ്കിൽ അത്രയും നല്ലത്, അത്രയും നമ്മുടെ ചിന്തകൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ എളുപ്പമുണ്ടാവും. മനസ്സിലായില്ലേ? ഒരു ജീവിനെ കൊന്നാലും സന്തോഷത്തോടെ മരിക്കാൻ ആ ജീവി തയ്യാറല്ല. നിങ്ങൾ കോഴീനെ ആയിക്കോട്ടെ, മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്താ ഉണ്ടാകുക? മീൻ പിടയ്ക്കും, ശ്വാസം കിട്ടാണ്ട് പിടയ്ക്കും. ശ്വാസം മുട്ടിയിട്ടാണ് അത് മരിക്കുന്നത്. നമ്മളെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയാൽ നമ്മൾ മരിക്കാൻ തയ്യാറാവുമോ? അപ്പോൾ ആ മീനും സന്തോഷത്തോടെയാണോ മരിച്ചുണ്ടാവുക? അതിനെ കൊണ്ടൊന്ന് നമ്മൾ സന്തോഷത്തോടെ തിന്നുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആർഷഭാരത സംസ്കാരം, ദേവതയുടെ അമ്പലത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മീനോ ഇറച്ചിയോ നിവേദ്യം വയ്ക്കുമോ? ഇല്ല. അത് കഴിച്ചിട്ടും ഇങ്ങോട്ട് വരില്ല, അവിടേക്ക് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് വരും, കുളിച്ചിട്ട് വന്ന് തൊഴുത് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ലേ ചെയ്യുക? അപ്പം സത്യത്തിൽ നമ്മുടെ സംസ്കാരം ഇതൊന്നും ഉള്ളതല്ല എന്നുള്ളതാണ്. അപ്പം ദേവതാ സംസ്കാരം ബ്രഹ്മകുമാരീസിൻ്റെ പഠനത്തിൽ ലക്ഷ്യമുണ്ട്. നമ്മൾ പറയില്ലേ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ? ആ ലക്ഷ്യം നമ്മൾ ചില കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നത് നിനക്ക് ഡോക്ടർ ആവാനോ ഇഷ്ടം ചോദിച്ചാൽ എന്താ പറയുക? അല്ല ഞാൻ എഞ്ചിനീയർ ആവും, അങ്ങനെയല്ലേ പറയുക? എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ അവരുടെ ലക്ഷ്യം എഞ്ചിനീയർ ആകണം. MBBS പഠിക്കുന്ന കുട്ടിയുടെ ലക്ഷ്യം ഡോക്ടറാകണം. അതേപോലെ ബ്രഹ്മകുമാരീസിലെ പാഠങ്ങൾ പഠിക്കുന്ന കുട്ടികളുടെ ലക്ഷ്യം ലക്ഷ്മി നാരായണനെ പോലെ ആകണം എന്നാണ്. ഓരോ നാരിയും ലക്ഷ്മിയും ഓരോ നരനും നാരായണന് തുല്യമായി മാറണം എന്നാണ്. അതാണ് നമ്മുടെ പാഠം. അപ്പോൾ അതിനുള്ള ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ കുറേ ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്കൊരു അസുഖമാണ്, വയറിനൊരു പ്രശ്നമാണ്, മത്സ്യം മാംസം എരിവ് പുളിയൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അതൊക്കെ പറയുക എനിക്ക് തിന്നാൻ പറ്റണമെങ്കിൽ ഇതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് തിന്നോ നമ്മൾ? ഇല്ല. കാരണം നമുക്ക് നമ്മുടെ രോഗം മാറണം, അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആത്മാവിൻ്റെ രോഗം മാറണമെങ്കിൽ തീർച്ചയായും കുറച്ച് ആഹാരശുദ്ധി കൊണ്ടുവരണം. പെട്ടെന്ന് അങ്ങോട്ട് സാധിച്ചില്ലെങ്കിലും മെല്ലെ 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 എന്തും സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ. ഇപ്പോൾ 41 ദിവസം മണ്ഡലകാലം വ്രതം എടുക്കുന്നില്ലേ? അപ്പോൾ മീനൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിച്ചെങ്കിലും ഉണക്കമീനൊക്കെ ഉണ്ടാവും വീട്ടിൽ, അതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് മുകളിൽ എടുത്തു വയ്ക്കില്ല? വീട് ശുദ്ധീകരിക്കും. നല്ല കാര്യം. കുറേ പേരൊക്കെ ചെയ്യുന്ന പണി ഞാൻ കണ്ടിട്ടുണ്ട്.
ഇതിനൊക്കെ ഓലേര ഇതിൻ്റെ എന്താ പറയുക, പനയോല കൊണ്ട് നെയ്ത കൊട്ടയുണ്ടല്ലോ, അതിലൊക്കെ ആക്കി പൊതിഞ്ഞ് പറത്തിൻ്റെ മുകളിൽ ഇങ്ങനെ, അടുക്കളയൊക്കെ വിറക് കത്തിക്കുന്ന വീടുകളിലൊക്കെ പറ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. കാരണം അത് പുക തട്ടിയാൽ കേടാവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് 41 ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മാല ഊരി അന്നത്തെ ദിവസം ഗംഭീര ആഘോഷമായിരിക്കും അല്ലേ? അപ്പോൾ ആ 41 ദിവസം നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്നും സാധിക്കും. അപ്പം ഇങ്ങനെ ഓരോ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദേവതയാകണമെങ്കിൽ ദിവ്യ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. പിന്നെ നമുക്ക് നമ്മളെ ആത്മാവിൻ്റെ മറ്റൊരു ഗുണമാണ് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, മറ്റ് ജീവികൾക്കില്ലാത്തൊരു വിശേഷ ഗുണമാണ് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്. അത് ഏത് ജീവികൾക്കും, നമ്മൾ പറയും നായക്കുണ്ട്, നായൻ തീറ്റി, നമ്മൾ സ്നേഹം കൊടുത്താൽ നായ എത്ര കാലം കഴിഞ്ഞാലും സ്നേഹിക്കും. അതിനത് മാത്രമേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. പക്ഷെ നമുക്കെല്ലാം തിരിച്ചറിഞ്ഞ് വിവേചനത്തോടെ വിവേക ബുദ്ധിയോടെ ജീവിക്കാൻ കഴിവുള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യൻ തീർച്ചയായും ഏത് കാര്യവും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറണം. തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറാനുള്ളവരാണ് നമ്മൾ. അത്രയും കഴിവുള്ള നമ്മളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അടിമകളായി ഇന്ന് നമ്മളെ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. എന്താണെന്നറിയോ? നശാമുക്ത ഭാരതം എന്നാണ് പറയുന്നത്. നശ എന്ന് വെച്ചാൽ എന്തർത്ഥം? ലഹരി മുക്ത ഭാരതമാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും സ്കൂളിൽ പഠിക്കണ മക്കളാണെങ്കിലും ലഹരികൾക്ക് അടിമയാണ്. വീട്ടിൽ നിന്ന് നമ്മൾ കൊടുത്ത് പഠിപ്പിച്ചിട്ടൊന്നുമല്ല. അവർക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ മിഠായി വിതരണം ചെയ്യുന്നു, മിഠായി തിന്നാൻ കൊടുക്കുന്നു. ആ മിഠായിലൂടെ അവർ, നിങ്ങളൊക്കെ മക്കളെ സ്കൂളിൽ വിടുന്നില്ലേ? മക്കളെ സ്കൂളിൽ വിടുന്നവർ അതിപ്പോൾ ആദ്യം ചെറുതായിരിക്കുമ്പോൾ പഠിപ്പിക്കുക, ആരെന്ത് തന്നാലും വാങ്ങരുത്, മിഠായി കാണിച്ചാലും വേണ്ടാന്ന് പറയണം, എന്തായാലും അനാവശ്യമായി അവിടെ ഇവിടെയും ടച്ച് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു, ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് മക്കളെ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ അവിടെ പോയി കഴിഞ്ഞ കുറേ നാൾ ആ കൂട്ടുകാരുടെ ഇടയിൽ പെടുമ്പോൾ അവരറിയാണ്ട് എന്താകുന്നു, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒക്ടോബറിലോ സെപ്റ്റംബറിലോ നടന്നൊരു സംഭവമാണ് ഇവിടെ ഇങ്ങാപ്പുഴ. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ അറിഞ്ഞോന്നും എനിക്കറിയില്ല. ഒരു 3ാം ക്ലാസ്സുകാരി കുട്ടി, ഒരു താത്തക്കുട്ടി. ഈ കുട്ടി എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറി പൈസ വാങ്ങും. 50 രൂപ മേടിക്കുക. അപ്പോൾ ഒരു കടയിൽ ചെന്നപ്പോൾ, ഒരു താത്തേരെ കടയിലാണ് ചെന്നത്. അപ്പോൾ ആ താത്ത ചെന്ന് ചോദിച്ചു, മോൾക്ക് എന്തിനാ മോളെ പൈസ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇത് എന്താ പുസ്തകം മേടിച്ചോ പെൻസിൽ മേടിച്ചതിന് പൈസ കൊടുത്തില്ല, അപ്പോൾ ഉപ്പച്ചിയുടെ കയ്യിൽ പൈസയില്ല, അതുകൊണ്ട് തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ വന്നോ തരാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ചേച്ചിയുടെ കയ്യിൽ താത്തേരെ കയ്യിലില്ല, നാളെ വന്നാൽ തരാമെന്ന്. ഇവർക്ക് സംശയം തോന്നിയിട്ടാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ആ കുട്ടി പിറ്റേ ദിവസം ആ കടയിൽ പോയില്ല. പിറ്റേ ദിവസം വേറെ കടയിൽ കയറി ചെന്നു. അവിടെ കയറി ചെന്നപ്പോൾ ഇവർ നോക്കുന്നുണ്ട് ഈ കുട്ടി ഇതിലെ പോകുന്നുണ്ടോ എന്താന്ന്. അപ്പോൾ കണ്ടപ്പോൾ ഇവർ ഇറങ്ങിച്ചെന്നപ്പോൾ ആ വീട്ടുകാർ ആ കടക്കാരനോട് പറഞ്ഞു, കൊടുക്കാൻ വരട്ടെ, എന്തിനാ മോൾക്ക് പൈസ? അപ്പോൾ അവൾ വേറെ കാര്യമാണ് പറഞ്ഞത്, മിഠായി വാങ്ങിയതിൻ്റെ പൈസ കൊടുത്തില്ല എന്ന്. അപ്പോൾ ഉപ്പച്ചി തരില്ല, ചീത്ത പറയും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 50 രൂപ മതി, എനിക്ക് കൂടുതലൊന്നും തരണ്ടാന്ന്. അപ്പോൾ പറഞ്ഞു, ശരി ഞങ്ങൾ തരാം, പക്ഷേ ഈ 50 രൂപ കൊണ്ടുപോയിട്ട് ഏത് കടയിലാണ് നീ മിഠായി മേടിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പേടിയായി കുട്ടിക്ക്. ഇവർ പിന്നെയും കുത്തി ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, കരയണ്ട, ചെറിയ കുട്ടിയാണല്ലോ, 3-ലെന്ന് പറയുമ്പോൾ 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ, മോള് കരയണ്ട, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ, അയ്യോ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ എന്തിനാ മോള് പേടിക്കുന്നു, കാര്യം പറയുമെന്ന് പറഞ്ഞു ടീച്ചർ. അപ്പോൾ അവിടെയുള്ളവരൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സ്കൂൾ വിട്ട നേരത്താണ് ഈ കുട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, എന്നെ അവിടെ ചേട്ടന്മാരൊക്കെ കൂടി എന്നെ അടിക്കും, എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ചേട്ടന്മാർ, എന്ത്? അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒരു മിഠായി തന്നു, എന്നും തരും ആ മിഠായിക്കാണ് 50 രൂപ. അപ്പോൾ എങ്ങനത്തെ മിഠായിയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വെളുത്തൊരു മിഠായിയാണ്, ചെറിയ മിഠായിയാണ്. ആ മിഠായി ആദ്യത്തെ ദിവസം കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമായി ഒന്നുമില്ല, പക്ഷെ പിന്നെ ആ മിഠായി കഴിക്കണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ കടയിലും പോയി ചോദിക്കണം, നിൻ്റെ ഉപ്പോട് പോയി ചോദിക്കാൻ പാടില്ല പൈസ, കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് കിട്ടും, അവർ തരും, 50 രൂപയല്ലേ ഉള്ളൂ,
തന്നോളും, അത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരണം, ഈ മിഠായിയുടെ പൈസയാണ് എന്ന്. അപ്പം അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ ഈ കുട്ടി പറഞ്ഞു, ഞാൻ അവരെല്ലാവരും കൂടി എന്നെ കൊല്ലും, എനിക്ക് ഈ സ്കൂളിൽ പോകാൻ പേടിയാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ പറഞ്ഞു, സാരമില്ല, നിന്നെ ആരും കൊല്ലില്ല എന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് വിളിച്ചു. അപ്പോൾ സ്കൂൾ വിട്ടിട്ടല്ലേ ഉള്ളൂ. ആ നേരത്ത് ഈങ്ങാപ്പുഴ സ്കൂളിലത്തെ കുട്ടിയാണത്. അവിടുത്തെ അച്ഛമ്മയും ടീച്ചർമാരും കൂടി വന്നു, ചോദ്യം ചെയ്തു, പിടിച്ചു. 9ാം ക്ലാസ്സിലെ പിള്ളേരെ പിടിച്ചു. അപ്പം മയക്കുമരുന്നാണ് ഈ കൊടുത്തിരുന്നത്. എത്രാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക്? അപ്പം അമ്മിഞ്ഞപ്പാലിൽ നിന്ന് വിട്ട് നേരെ വന്നത് എവിടേക്ക്? മയക്കുമരുന്നിലേക്ക്. അപ്പം അത്രമാത്രം നമ്മുടെ ലോകം അധപതിച്ചു കഴിഞ്ഞു. അവരെ ഉയർത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, എൻ്റെ കുട്ടി മാത്രമല്ല, എൻ്റെ സമ്പർക്കത്തിലുള്ള, എൻ്റെ കണക്ഷനിൽ വരാൻ പറ്റുന്ന എല്ലാ മക്കളെയും രക്ഷിക്കേണ്ട ഡ്യൂട്ടി എൻ്റെയാണ്. കാരണം ഓരോ കുഞ്ഞും എൻ്റെ കുഞ്ഞാണ്. ഓരോ ഭാരതത്തിൻ്റെ മക്കളും നമ്മുടെ മക്കളാണ്. അപ്പോൾ അവരെ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അത്യാവശ്യമാണ്. കുട്ടികളെ കൊണ്ടുവരാൻ പറയുമ്പോൾ അച്ഛനമ്മമാർ പറയും, പാവം കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാൽ കുറേ ഹോംവർക്കാണ്, രാവിലെ ആണെങ്കിൽ അവരിത്തിരി ഉറങ്ങാൻ പറ്റുന്ന സമയം അതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനമ്മമാരാണ് പിന്നോട്ട് വലിക്കുന്ന മക്കളെ. പക്ഷെ മക്കളെയും കൂട്ടി കൊണ്ടുവന്നാൽ ഇങ്ങനെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ ആ കുട്ടികളും പരിവർത്തനം വരും. അവർക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ദൃഢസങ്കല്പം, ഇത് വേണ്ടാത്തതാണ്, എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം കിട്ടണ്ടേ. അല്ലെങ്കിൽ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇവർ പിന്നെയും പിന്നാലെ വരുമ്പോൾ അത് മേടിച്ച് ടേസ്റ്റ് നോക്കി പോകുന്നത്. അതിനുള്ള ധൈര്യം കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം മക്കളെ. അവരെങ്ങനെയോ ആവട്ടെ, അവിടുത്തെ കുട്ടിയല്ലേ, എൻ്റെ കുട്ടിയല്ലല്ലോ എന്ന് വിചാരിച്ച് നാളെ എൻ്റെ കുട്ടിയും അല്ലേ. പണ്ടുള്ളവർ പറയില്ലേ, അവരെ പഠിക്കലല്ലേ ഈ കുടിയും കൊടയും കുരിശും വന്നിട്ടുള്ളൂ, നാളെ എൻ്റെ പഠിക്കലും വരില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ അവിടെയും മക്കൾ വളരില്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏത് കുട്ടിയെ കണ്ടാലും, ഏത് കുട്ടി വഴിതെറ്റി പോകുന്ന ഒരു വഴി നമുക്ക് തോന്നിയാൽ, സംശയം തോന്നിയാൽ മതി, നമ്മൾ അവരെ മനസ്സിലാക്കാൻ പിന്നാലെ നോക്കണം. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേ അതിനുള്ള ധൈര്യം കിട്ടുള്ളൂ. നമുക്കായാലും ധൈര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പറയുന്നത് ഇപ്പോഴത്തെ മക്കളെ തീരെയും ധൈര്യമില്ല ആൾക്കാർ. വീട്ടിലെ അമ്മമാർക്ക് അച്ഛന്മാർക്ക് ഒട്ടും ധൈര്യമില്ല. എന്താ കാരണം? എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടി ഉടനെ എന്ത് ചെയ്യും? ഞാൻ തൂങ്ങി മരിക്കും, ഞാൻ കൈമുറിച്ച് മരിക്കും അല്ലേ. ചെറിയ മക്കൾ പോലും ആത്മഹത്യ ചെയ്ത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ പേടിച്ചിട്ട് അച്ഛനും അമ്മ എന്ത് ചെയ്യും? അവരെന്തെങ്കിലും ചെയ്ത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് തുമ്മിയാ തെറിക്കണം, മൂക്കണേ പോട്ടെ എന്ന് വിചാരിക്കാനുള്ള ധൈര്യം കാണിക്കണം. അപ്പോഴവർക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവരും തന്നെ വന്നോളും, എവിടെയും പോവില്ല. നമ്മുടെ ക്ലാസ്സിൽ, കോഴിക്കോട് ക്ലാസ്സിൽ വന്ന ഒരു ഫാമിലിയിലത്തെ ഒരു കുട്ടി, ചെറിയ മോനായിരുന്നു. അപ്പം അവൻ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർട്ടൂൺ കാണുന്ന സ്വഭാവമുണ്ട്. ഇപ്പം ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അനുകരിക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് കുറെ കൂടുതലാണ്. നമ്മൾ വലിയൊരു മോശമൊന്നുമല്ല, അവർ കാർട്ടൂൺ ആണെങ്കിൽ വലിയവർ സിനിമയിലത്തെ സീരിയലിൽ നടന്മാരുടെ അനുകരിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, എന്താ ചെയ്യാൻ, എന്ത് പറഞ്ഞാലും ഞാൻ പോവാ എന്ന് ഇറങ്ങിപ്പോവും. ഗേറ്റിൻ്റെ അവിടം വരെ പോവുള്ളൂ കേട്ടോ. പക്ഷെ ഇവർക്ക് അച്ഛമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ പേടിയാ, ഇറങ്ങിപ്പോയാലോ എന്ന്, ചെറുതല്ലേ. അപ്പോൾ സാരില്ല വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരും. ഒരു ദിവസം സെൻറ്ററിൽ വന്നപ്പോൾ എന്തോ പറഞ്ഞ് അവൻ്റെ അമ്മ ചീത്ത പറഞ്ഞ വഴിക്ക് അവൻ സെൻറ്ററിൽ 3 എന്നല്ലേ കോഴിക്കോട് സെൻറ്റർ, ഓടി മുകളിൽ അങ്ങോട്ട് കയറി ഫസ്റ്റ് ഫ്ലോറിൽ. ഞാനിപ്പോൾ ചാടുന്നു പറഞ്ഞു. അപ്പം ഞങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ, അയ്യേ ഇവിടെ നിന്ന് ആരെങ്കിലും ചാടുമോ? 3ാമത്തെ നിലയിൽ പോയി ചാടണമായിരുന്നു. ഇവിടെ നിന്ന് ചാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പോയി ചാടിയിട്ട് വരാൻ പറഞ്ഞു. ഒന്ന് ചാടാൻ. അപ്പം ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ചാടുന്നില്ല. എന്താ ചാടാത്തെ? ഞാൻ വീണാ ചത്തുപോവും. അപ്പം പിന്നെ അതറിയാല്ലേ, എന്നാൽ ചാടണ്ട, ഇവിടെ നിന്നോ. പിന്നെ അത് പറഞ്ഞില്ല. ഒരു ദിവസം അതുമാതിരി സെൻറ്ററിൽ രാത്രി എന്തോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു 9:30 നേരം അവരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പോവാ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഓ പോയിക്കൊള്ളാൻ പറഞ്ഞു. വാതിൽ തുറന്നു പോയി. അപ്പോൾ വാതിൽ തുറന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാവും അങ്ങനെ. ഞങ്ങളാരെയും പിന്നാലെ വരുന്നുണ്ട്, ആരും പിന്നാലെ വരുന്നില്ല. ഗേറ്റിൻ്റെ അവിടെ പോയി കുറേ നേരം നിന്ന് നോക്കി. അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കാൻ പറഞ്ഞു. ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി വാതിലടച്ചാവും പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഓടിപ്പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് വന്ന് ബെല്ലടിച്ചു. എന്താ തിരിച്ചു പോന്ന്? ഇരുട്ടാ അവിടെ നിന്ന്. അപ്പോൾ ഇരുട്ടിൽ പേടിയുള്ള ആൾക്കാർ പോകണ്ടല്ലോ, ഇവിടെ ഇരുന്നാൽ പോരെ.
അപ്പം നമ്മൾ അവർ പറയുമ്പോഴേക്കും നമ്മൾ പേടിച്ച് കഴിയുമ്പോൾ അവരെന്തുണ്ടാവും? ഇതമ്മ പിന്നാലെ വന്നോളും, എൻ്റെ കാര്യം നടക്കും. അപ്പോൾ ദുർവാശി അവർ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിന് വഴിയൊരുക്കാതെ ഇങ്ങനെ കുട്ടികളെ ട്രെയിനിങ് ചെയ്താൽ പിന്നെ അവരതൊന്നും ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ പറയും, ചിലർ പറയും അയ്യോ പൊക്കോളാൻ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇറങ്ങിപ്പോയാൽ എവിടെയും പോകുന്നില്ല, കുറച്ച് ദൂരം പോയിട്ട് അതേപോലെ വരും. അവരുടെ ഉള്ളിലൊക്കെ ഭയം നന്നായിട്ടുണ്ട്. നമ്മൾ തന്നെ ഭയം കൊടുത്തു വെച്ചിട്ടുമുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് മക്കളുടെ ഉള്ളിൽ ഒരുപാട് ഭയം കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? ചെറുതായിരിക്കുമ്പോൾ പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്ന സമയത്ത് അമ്മമ്മ നോക്കുക, അച്ഛമ്മ നോക്കുക, വല്യമ്മ നോക്കുക, ചേട്ടന്മാർ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അണുകുടുംബങ്ങളായപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അച്ഛനമ്മയ്ക്കും പണിയെടുക്കണമെങ്കിൽ കുട്ടീനെ പുറത്തിറങ്ങാണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് പറയും കൊക്ക് വരും പോവണ്ടാന്ന്. ഈ കൊക്ക് എന്താന്ന് ചോദിച്ചാൽ കുട്ടിക്കറിയില്ല. അല്ലെങ്കിൽ പട്ടി വരും നിന്നെ എടുത്തുകൊണ്ടുവന്ന് പറയും. അത് എത്ര കാലം അവരെ പേടിപ്പിക്കാൻ പറ്റും? കുറച്ച് നാൾ. കുറച്ച് കഴിയുമ്പോൾ കുട്ടീനെ വേണമെങ്കിൽ ആ എടുത്ത് കൊണ്ടു തരും അല്ലേ? അല്ലെങ്കിൽ കൊക്കെന്ന് പറഞ്ഞാൽ അമ്മേനെ കൊക്ക് പിടിച്ചു കൊണ്ടുവന്ന് പറയും, അല്ലാണ്ട് എന്നെ കൊണ്ടുവരില്ല എന്ന് പറയും. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഭയം, പക്ഷെ അവരുടെ ഉള്ളിൽ കുഞ്ഞു പ്രായത്തിൽ അത് കേട്ടതിൻ്റെ ഭയം അവരുടെ ഉള്ളിൽ കിടക്കും. കാരണം നമ്മുടെ ഈ തലച്ചോറ് പറയുന്ന സാധനം ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്യുന്ന സാധനമാണ്. എന്ത് കേട്ടോ കുട്ടിക്കാലത്ത് നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? സ്കൂളിൽ നന്നായി പഠിച്ച കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടാവും. കാരണം അതവിടെ റെക്കോർഡായിട്ട് ആ ഫയല് അവിടെയുണ്ട്. സമയം വരുമ്പോൾ അത് ഓപ്പൺ ആകും. അത് ഓപ്പൺ ആവും ചെയ്യും, നടക്കാം. അപ്പോൾ ഈ ഭയം എന്നൊരു ഫയൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഓപ്ഷൻ ഇല്ല. റെക്കോർഡ് ആക്കണോ വേണ്ടതെന്ന് അല്ലേ? നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ഫയലൊക്കെ ഇതാക്കുമ്പോൾ, കമ്പ്യൂട്ടർ പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം, കമ്പ്യൂട്ടറിൽ ഫയൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി ഫയലാക്കി അതോ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ സേവ് വേണോ ഡിലീറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ സേവ് എന്ന് കൊടുത്താൽ പിന്നെ അത് സേവായി, പിന്നെ അവിടെ പോയി ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, സാധനം മുഴുവൻ വരും. പക്ഷെ ഇവിടെ ഈ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച കമ്പ്യൂട്ടറാണിത്. ഈ കമ്പ്യൂട്ടറിന് ഓപ്ഷൻ ഇല്ല. അത് എന്ത് കാര്യം നിങ്ങൾ ചെയ്തോ അത് സേവായി അവിടെ പോയി കിടക്കും. സമയം വരുന്ന സമയത്ത് ഇപ്പോഴത്തെ മക്കൾക്ക് എക്സാം ഭയം, എക്സാമിനെ പേടിയാണ് അവർക്ക്. എന്താ കാരണം? അമ്മയും അച്ഛനും സ്പൂൺ ഫീഡിങ് ആണല്ലോ ചെയ്യുന്നത്. പണ്ടത്തെ മക്കൾ കാട്ടിലും മേട്ടിലും ഓടിയും കളിച്ചും പഠിച്ചും വളർന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ പരീക്ഷ എന്ന് പറഞ്ഞ പ്രത്യേക പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ മക്കൾക്ക് പരീക്ഷ വരുന്നതിന് മുൻപ് വയറിളക്കം വരാൻ തുടങ്ങും, പനി വരാൻ തുടങ്ങും, തലവേദന വരും, വയറുവേദന വരും. ഇവിടെ ഉണ്ടാവും ചിലരൊക്കെ അങ്ങനെ അല്ലേ? വരാറുണ്ടോ? ഇല്ലല്ലേ? പിന്നില്ല ചിരിക്കുന്ന ആൾക്ക് വരാറുണ്ടോ? അവൾ ചിരിക്കുന്നേ ഉള്ളൂ, എപ്പോഴും വരൂലേ? പനി വയറിളക്കൊക്കെ വരുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഉള്ളിൽ ഭയമാണ്. ഞാൻ പഠിച്ചത് മുഴുവൻ എനിക്ക് ഓർമ്മ വരുമോ, കിട്ടുമോ, സംശയമാണ്. കാരണം ഭയം എന്നുള്ളത് കുട്ടിപ്രായത്ത് കിട്ടിവെച്ചത് ആ ഫയല്, ആ ഫോൾഡർ ഓപ്പൺ ആവുകയാണ്, അവിടെ വന്ന് ക്ലിക്കാവും. പരീക്ഷയ്ക്ക് ഹാളിലെത്തുമ്പോഴേക്കും കൈയും കാലൊക്കെ വിറയ്ക്കും, ചുണ്ടൊക്കെ വരണ്ട് പോവും. കുപ്പിവെള്ളം അടുത്ത് വെച്ചാലും വെള്ളം കുടിച്ചാലും ദാഹം പോവില്ല. കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വിയർപ്പൊഴുകിയിട്ട് കർച്ചീഫ് തുടച്ച് എഴുതിയാലും മാറില്ല. കണ്ണൊക്കെ വലിഞ്ഞു മുറുകുന്ന മാതിരി തോന്നും അല്ലേ? മൂത്രമൊഴിക്കാൻ പോകണം തോന്നും പരീക്ഷ പേപ്പർ കാണുമ്പോഴേക്കും. കാരണം ഈ ഭയം എന്ന ഫയല് ഓപ്പണായി. ആ പരീക്ഷയുടെ ഭയം മാത്രമായിരിക്കില്ല, അവരെ ബാല്യത്തിൽ കിട്ടിയ എല്ലാ ഭയങ്ങളും കൂടി ആ സമയത്ത് അവരെ. അത് കഴിഞ്ഞ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ കുറ്റക്കാർക്കാ? അമ്മയ്ക്ക്. അമ്മ പഠിപ്പിച്ചില്ല, അത് കാരണം എനിക്ക് എഴുതാൻ കിട്ടി. ആർക്ക് വേണ്ടിയാ ഒരു പരീക്ഷ എഴുതിയ? അമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ ജീവിതമാകുന്ന പരീക്ഷ നിങ്ങൾക്ക് വേണ്ടി എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ, പരീക്ഷയിൽ പാസ്സാവും ചെയ്യും. ഈ ജീവിതത്തിൽ പരീക്ഷ എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിലെ പരീക്ഷ എന്താ? ജീവിതത്തിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ അല്ലേ? പ്രതിസന്ധികളെ നേരിടാനുള്ളതിനെയാണ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ചിലപ്പോൾ നോക്കിക്കോ, പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, നമ്മുടെ വീട്ടിലൊരാൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതുവരെ അവരായിരിക്കും എല്ലാ കാര്യവും നടത്തിയിട്ടുണ്ടാവുക. ആ സമയം മുതൽ പിന്നെ നമ്മളായിരിക്കും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക. ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, വേണ്ടത് ചെയ്യുന്നു, ഇൻഷുറൻസ് ഉണ്ടോ നോക്കുന്നു അല്ലേ, കാണേണ്ടവരെ കാണുന്നു, അതിന് വേണ്ട എല്ലാം ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെയാണോ ഇതൊക്കെ കടന്നു പോകുന്നത്?
അല്ലേ? തോന്നാറില്ലേ? ഈ സാഹചര്യം എനിക്ക് കടന്നു പോകാൻ പറ്റി, അപ്പം നമ്മൾ ആ പരീക്ഷ എഴുതിയില്ലേ, പാസ്സായി. ചിലർ ഫെയിലാവുന്നു, ചിലർ പാസ്സാകും. പാസ്സാകുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഏത് പരീക്ഷ ആയിക്കോട്ടെ, ജീവിതമാകുന്ന യാത്രയിൽ പല പല പരീക്ഷകൾ പാസ്സായാലേ നമുക്ക് ജീവിത വിജയം വരിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ നേടിയെടുക്കാനുള്ള വിൽ പവർ നേടുന്നതാണ് ബ്രഹ്മകുമാരീസിൻ്റെ പാഠഭാഗങ്ങൾ. വിൽ പവറാണ് വേണ്ടത്, അല്ലേ? വിൽ പവർ ഇല്ലാത്തവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവരും. വിൽ പവർ ഇല്ലാത്തവരൊന്നും പറഞ്ഞ് രണ്ടാം വാക്കിന് പോയി ചെയ്തു. എന്തിനു വേണ്ടി ചെയ്തു? എന്താ കാര്യം എന്ന് പോലും അറിയില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നിസ്സാര കാര്യത്തിന്, വിൽ പവർ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമ്മൾ വിചാരിക്കുക ആത്മഹത്യ ചെയ്താൽ രക്ഷപ്പെട്ടുവല്ലോ എന്ന്. രക്ഷപ്പെടുമോ? ഇല്ല. നമ്മുടെ ഹിന്ദു പുരാണങ്ങൾ പുനർജന്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്തവൻ മഹാപാപിയാണ്. അടുത്ത ജന്മം അതിൻ്റെ ഇരട്ടി ദുഃഖത്തോടുകൂടി, ആ ദുഃഖത്തിന് ചെയ്ത പാപത്തിൻ്റെ കണക്കും നമ്മുടെ കൂടെ, ഈ ജന്മം നമ്മളത് ചെയ്തതിൻ്റെ വലിയ പാപത്തിൻ്റെ പങ്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അതിലും വലിയ ദുഃഖത്തോടു കൂടി ഒരു ജന്മം നമുക്ക് കിട്ടും. അപ്പോൾ ആ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടി ഒളിക്കാൻ പറ്റുമോ? എത്ര പ്രാവശ്യം ഓടി ഒളിക്കാൻ പറ്റുക? ഇല്ല. അപ്പം നമുക്ക് എന്തെങ്കിലും സാഹചര്യം വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ, ചിലപ്പോൾ അപമാനം ഉണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ അഭിമാനക്ഷയം സംഭവിച്ചിട്ടുണ്ടാവാം, ധനനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം, ജോലി നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം, ആരോഗ്യനഷ്ടം വന്നിട്ടുണ്ടാവാം. എന്ത് വന്നാലും ശരി, ഞാൻ അതിനെയൊക്കെ തരണം ചെയ്യും, ഞാൻ അതിന് ഇന്നല്ലെങ്കിൽ നാളെ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമെന്നൊരു ധൈര്യം ഉണ്ടെങ്കിൽ എന്തിനേയും മറികടക്കാം. അപ്പോൾ ആ ധൈര്യം നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ആധ്യാത്മിക ലെവലിൽ മുന്നേറാൻ സാധിക്കണം. സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. നമ്മുടെ മക്കളുടെ ഉള്ളിലും സ്പിരിച്വാലിറ്റി കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളതാണ്. മക്കളെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഇന്നത്തെ മക്കളെ പ്രത്യേകിച്ച് എല്ലാവരും പഠിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുക? മക്കൾക്ക് വെക്കേഷനായ അച്ഛനമ്മമാർക്ക് ടെൻഷനാണ്. വെക്കേഷൻ വരിക, ഇനിയിപ്പോൾ ഈ 2 മാസം വരെ എന്താ ചെയ്യണ്ടേ? ചിന്തിക്കല്ലേ? അതിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നു, അല്ലെങ്കിൽ അവരെ നീന്തൽ പഠിപ്പിക്കാൻ വിടുന്നു, ഇല്ലെങ്കിൽ അവരെ പാട്ട് പഠിപ്പിക്കാൻ വിടുന്നു, ഏതെങ്കിലും ആക്ടിവിറ്റീസ്, അല്ലെ അബാക്കസിന് പറഞ്ഞയക്കുന്നു. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കുട്ടികളെ മുന്നേറാനായിട്ട്, കാരണം വീട്ടിലിരുത്തിയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ നമ്മുടെ മക്കളെ ഇൻവോൾവ് ആക്കാൻ നോക്കുകയാണ്. നിങ്ങൾ നോക്കിയോളൂ, IQ വളർത്തുന്നു, EQ വളർത്തുന്നു, അല്ലേ? പക്ഷെ ഏതെങ്കിലും ഒരു വീട്ടമ്മയായാലും അച്ഛനായാലും അമ്മയായാലും SQ വളർത്തുന്നുണ്ടോ? SQ, സ്പിരിച്വൽ കോഷ്യൻ എന്ന് പറയും. അത് വളർത്തുന്നില്ല. നമുക്കൊക്കെ ഉണ്ട് ഒരു ആത്മ, ഒരു അമ്മയുടെ വയറ്റിൽ ഊറി വരുമ്പോൾ സ്പിരിച്വൽ കോഷ്യൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാ ആത്മാവിലുള്ള ശക്തിയാണത്, ആ സ്പിരിച്വൽ കോഷ്യൻ എന്നുള്ളത്. പക്ഷേ അത് വളർത്താൻ നമ്മൾ തയ്യാറായിട്ടില്ല. പണ്ട് കാലത്തുണ്ടായിരുന്നു, വീടുകളിൽ സന്ധ്യാനാമം ജപിക്കുമായിരുന്നു, അല്ലേ? മുത്തശ്ശി ഉണ്ടാവും, മുത്തശ്ശൻ ഉണ്ടാവും, വല്യച്ഛൻ ഉണ്ടാവും, വല്യമ്മ ഉണ്ടാവും, എല്ലാ മക്കളും കൂടി ഇരുന്ന് നാമം ജപിക്കുക, വിളക്ക് കൊളുത്തി നാമം ജപിക്കുക. ഒരു അരമണിക്കൂർ എല്ലാവരും നാമം ജപിക്കും. പക്ഷെ ഇപ്പോൾ 1 മണിക്കൂറുണ്ടോ? ആ, നിങ്ങളുടെ വീട്ടിലുണ്ടെന്നല്ല, വെരി ഗുഡ്. എല്ലാവരുടെ വീട്ടിലുണ്ടോ? 6 മണി തൊട്ട് 7 മണി വരെ നാമം ജപിക്കും, അല്ലേ? വെരി ഗുഡ്. ആ, കുറച്ച് സംസ്കാരം വേണം നമ്മുടെ ഉള്ളിൽ. വളരെ കുറച്ച് ആളുകളെ ഇത് പറയുന്നുള്ളൂ. അല്ലാത്ത വീടുകളിലൊക്കെ മക്കൾ വന്ന ഹോംവർക്ക് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, അല്ലേ? അവരിഷ്ടമുള്ളത് നീ കണക്ക് അല്ലെങ്കിൽ ഹോംവർക്ക് ഫുള്ള് ചെയ്താൽ നിനക്ക് ഞാൻ TV ഇട്ട് തരാം, ഇല്ലെങ്കിൽ TV തരില്ല, അല്ലെങ്കിൽ മൊബൈലിൽ തരാം. അങ്ങനെയല്ല അച്ഛനമ്മമാർ മക്കളെ ഇപ്പോൾ വളർത്തുന്നത്. അപ്പം പക്ഷേ മക്കളുള്ളിൽ ഈ സ്പിരിച്വാലിറ്റി വളർത്തുകയാണെങ്കിൽ, സ്പിരിച്വൽ കോഷ്യൻ വളർത്താനുള്ള ഒരൊറ്റ മാർഗം ആത്മീയമായ ക്ലാസ്സുകൾ കേൾക്കുക. അപ്പം നമ്മൾ സ്വാമിമാരുടെ ക്ലാസ്സുകൾ ഉണ്ടാകാം, അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും വേദ പഠനങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ ഉള്ളിൽ ഇപ്പോൾ വളരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എന്തറിയോ? ഞങ്ങൾ ഒരിക്കൽ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടി സാധാരണമായ രീതിയിൽ സംസാരിക്കും. അതേ സമയത്ത് വേദവ്യാസ സ്കൂളിൽ പഠിച്ച കുട്ടി പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ തെറിയാണ്. കാരണം അവനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുക, പറയാൻ പറ്റില്ലല്ലോ. സ്കൂളിൽ ഭയങ്കര ഇങ്ങനെയല്ലേ, സ്റ്റാപ്ലർ ഒട്ടിച്ച് വെച്ച മാതിരി.
അപ്പം ഇതേമാതിരി ആകുമ്പോൾ അവർക്ക് പുറത്തിറങ്ങിയിട്ട് അതിനെ ഒന്ന് പ്രകടമാക്കാനുള്ള അതൊരു തമാശ വാക്കായിട്ടാണ് അവരത് കാണുന്നത്. തെറിവാക്ക് പറയുമ്പോൾ എന്നിട്ട് ചിരിക്കുക എല്ലാവരും കൂടിയിട്ട്. അതേസമയം ഒരു സാധാരണ സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടി അങ്ങനെ പറയുന്നില്ല. കാരണം അവന് സ്വാതന്ത്ര്യമുണ്ട്, വീട്ടിലും സ്വാതന്ത്ര്യം, എല്ലായിടത്തും സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് അവന് അതൊരു സ്പെഷ്യൽ വാക്കായിട്ട് പറയാൻ തോന്നുന്നില്ല. നോക്കണം, നമ്മൾ പഠിപ്പിക്കുന്നത് നല്ല സ്കൂൾ, വേദവ്യാസ സ്കൂള്, അല്ലെങ്കിൽ നമ്മുടെ നവോദയ സ്കൂള്, അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുക, ചിന്മയ മിഷൻ്റെ സ്കൂളുണ്ട്, അമൃതാനന്ദമയി സ്കൂളുണ്ട്, അങ്ങനെ കുറേ സ്കൂളുകൾ നമ്മുടെ സംസ്കാരത്തെ വളർത്താനെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഗീത പഠിപ്പിക്കുന്നുണ്ട്, വേദം പഠിപ്പിക്കുന്നതുണ്ട്, ദിവസവും മന്ത്രം ജപിക്കണം, എന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്നിട്ടും ആ മക്കളുടെ ഉള്ളിൽ എന്ത് വരുന്നില്ല? സ്പിരിച്വാലിറ്റി വരുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ അടിത്തറ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കും. പറയുക അങ്ങനെയാണ്, ചാരിറ്റി ബിഗൈൻസ് അറ്റ് ഹോം. ശ്രേഷ്ഠത എവിടെ നിന്ന് ആരംഭിക്കണം? വീട്ടിൽ നിന്ന് ആരംഭിക്കണം. അപ്പം ആദ്യം നമ്മുടെ വീട്ടിലത് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വേറെ സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും അവർ ആ സംസ്കാരം റോയലായിട്ട് കാണിക്കും. അപ്പോൾ റോയൽ സംസ്കാരം നമ്മളാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇത് പുറത്ത് ആരും വാങ്ങിക്കൊണ്ടെന്ന് കൊടുക്കാനൊന്നും പറ്റില്ല. 1 കിലോ റോയൽ വാങ്ങി കൊടുക്കാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് മക്കൾ എന്താവശ്യപ്പെടുന്നോ അതാണ് പാരൻസ് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ പണ്ട് കാലത്ത് ഉടുപ്പെടുക്കാനായിട്ട് അച്ഛനും അമ്മയും എന്ത് ഉടുപ്പെടുത്ത് കൊണ്ടെന്നോ അത് സന്തോഷത്തോടെ ഇടാന്നേ ഉള്ളൂ. എനിക്ക് ആ കളർ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉടുപ്പ് ഇഷ്ടമല്ല, ഈ സാരി വേണ്ട, ഇതൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ. പക്ഷെ ഇപ്പോഴത്തെ മക്കളോട് ഈ അത് ഇടണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഇടണ്ടെന്ന്? എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ഇടുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ മാത്രം എന്താ ഇടാതിരിക്കേണ്ട, അങ്ങനത്തെ വേഷം കെട്ടണ്ടെന്ന് പറയുന്നത്. ഇന്നത്തെ വേഷങ്ങൾ മുഴുവൻ എവിടത്തെ വേഷങ്ങളാണെന്നറിയോ? വിദേശത്തുനിന്ന് വലിച്ചെറിഞ്ഞ വേഷങ്ങൾ. വേഷമായിക്കോട്ടെ, ആഹാരമായിക്കോട്ടെ, ജീവിത രീതി ആയിക്കോട്ടെ, എല്ലാം പുറത്തുനിന്നുള്ളത് അവർ വലിച്ചെറിഞ്ഞു. ഭാരതത്തെ സംസ്കാരത്തെ അവർ സ്വന്തമാക്കി. നമ്മുടെ ആളുകൾ മുഴുവൻ എന്ത് ചെയ്തു? ഭാരത സംസ്കാരത്തെ വലിച്ചെറിഞ്ഞിട്ട് അവർ കാർക്കിച്ച് തുപ്പി ഇതൊക്കെ സ്വന്തമാക്കിയിരിക്കുക. അവർ വലിച്ചെറിഞ്ഞതൊക്കെ സ്വന്തമാക്കിയിരിക്കുക. വേഷവിധാനങ്ങൾ നോക്കിയോളൂ. കുട്ടികളായാലും വലിയവരാണെങ്കിലും അമ്മമാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞങ്ങൾ കൽപ്പറ്റ ടൗണിലാണ് താമസം. കൽപ്പറ്റയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അറിയോ നിങ്ങൾ? പഴയ ബസ് സ്റ്റാൻഡ് കേട്ടിട്ടുണ്ടാവും കൽപ്പറ്റ, അതിൻ്റെ മേലെയാണ് നമ്മളുള്ളത്. അപ്പോൾ ടൗൺ എപ്പോഴും നമ്മളായിട്ട് കണക്ഷൻ ഉള്ളതല്ലേ, എന്തിനും ടൗണിൽ ഇറങ്ങണ്ടേ. നമുക്ക് പോകുമ്പോൾ കാണുമ്പോൾ തോന്നും കൽപ്പറ്റ അത്ര വലിയ എന്താ പറയുക സിറ്റിയൊന്നുമല്ല, പക്ഷെ സിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക വേഷവിധാനങ്ങൾ. അമ്മയും അച്ഛനും മക്കളൊക്കെ കൂടി പോകുമ്പോൾ നമുക്ക് തന്നെ ഉളുപ്പ് തോന്നുന്ന രീതിയിൽ വേഷവിധാനങ്ങൾ. അപ്പം മറ്റുള്ളവരെ ആകർഷിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ ശരീരത്തെ പോലും മറ്റുള്ളവരെ മുന്നിൽ പ്രദർശിപ്പിച്ച് ആകർഷിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. അതായത് പാശ്ചാത്യ സംസ്കാരം നമ്മൾ എന്താതിരിക്കുക? സ്വന്തമാക്കി. നമ്മുടെ സംസ്കാരം നമ്മൾ വലിച്ചെറിഞ്ഞു. അപ്പോൾ ഇനി അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ അത്ര ഈസിയെന്ന് തോന്നുന്നൊന്നുമില്ല അല്ലേ? അതത്ര ഈസിയല്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ എന്നെ പരിവർത്തനം ചെയ്യാൻ എനിക്ക് സാധിക്കുമല്ലോ. ആ എന്നെ പരിവർത്തനം ചെയ്യാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കുക. അപ്പോൾ എൻ്റെ ഫോളോ ചെയ്യാൻ കുറേ പേര് വേറെ ഉണ്ടാവും. എൻ്റെ മക്കൾ മാറിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ കൂട്ടുകാർക്കും അത് നല്ലതാണെന്ന് തോന്നാം. അപ്പോൾ അങ്ങനെ കൂട്ടുകാരുടെ ഇടയിലും കൊണ്ടുവരാൻ പറ്റും. കുടുംബങ്ങളായിട്ട് പറയില്ലേ, ഞാൻ ഒരാൾ നന്നായാൽ എൻ്റെ വീട് നന്നായി, എൻ്റെ വീട് നന്നായാൽ എൻ്റെ അയൽപ്പക്കം നന്നാവും, അയൽപ്പക്കം നന്നായാൽ എൻ്റെ ഗ്രാമം നന്നാവും, എൻ്റെ ഗ്രാമം നന്നായാൽ എൻ്റെ നാട് നന്നായി, നാട് നന്നായാൽ എൻ്റെ ദേശം നന്നായി, ദേശം നന്നായാൽ ലോകം നന്നായി. അപ്പോൾ നമ്മൾ ഒരാളിലൂടെ ലോകം പരിവർത്തനം ചെയ്യാം. അത് നമുക്കൊരു മുദ്രാവാക്യം തന്നെയുണ്ട്, സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം. സ്വയം എന്നെ എനിക്ക് പരിവർത്തനം ചെയ്യാം, ലോകപരിവർത്തനം. ഈ ലോകം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സാധനമൊന്നും അല്ലല്ലോ, നമ്മളൊക്കെ ചേരുന്നതല്ലേ ഈ ലോകം. അപ്പം നമ്മൾ ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ ലോകം പരിവർത്തനം ചെയ്യാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ബ്രഹ്മാകുമാരീസ് പഠിപ്പിക്കുന്ന രാജയോഗ വിദ്യയാണ് രാജയോഗം. പതഞ്ജലി രാജയോഗമല്ല, വിവേകാനന്ദ രാജയോഗമല്ല. ഈ രാജയോഗം കർമ്മേന്ദ്രിയങ്ങൾക്ക് രാജാവാകാനുള്ള യോഗം. ഇപ്പം നമ്മളോടൊരു കാര്യം കാണണ്ട എന്ന് പറഞ്ഞാലും
അറിയാണ്ട് കണ്ണിങ്ങനെ പോകും അല്ലേ? അവിടെ ഒരാൾ വന്ന് നിന്നാൽ എല്ലാവരുടെ കണ്ണും അവിടെ എത്തും. നമുക്കിപ്പോൾ അവിടെ കാര്യമൊന്നുമില്ല, കാര്യം ഇവിടെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ കണ്ണൊക്കെ അവിടെ പോവും, അവിടെ പോവും. അപ്പോൾ ഈ ഇന്ദ്രിയത്തിന് ജയിക്കാൻ പറ്റുന്നില്ല. പിന്നെ നല്ല സുഗന്ധം വരുന്നുണ്ട്, ആ നല്ല ചോറും കറിയൊക്കെ ആവുന്നുണ്ട് തോന്നുന്നു, നല്ല മണം വരുന്നുണ്ട്, പായസത്തിൻ്റെ ഒക്കെ മണം വരുന്നു. ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഒരാളോട് പറയരുതെന്ന് പറഞ്ഞ കാര്യം ആദ്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. നോക്ക്, ഞാൻ നിങ്ങളോടെ പറഞ്ഞേട്ടോ, നിങ്ങൾ ആരോടും പറയണ്ടേ അല്ലേ? അങ്ങനെയല്ലേ? അവർക്കും അതുമാതിരി തന്നെയല്ലേ? കേട്ട കാര്യം അപ്പുറത്ത് പോയിട്ടൊന്ന് അപ്പം അരമന രഹസ്യമൊക്കെ കൂടി എന്താവും? അങ്ങാടിപ്പാട്ടായി മാറും. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള കഴിവില്ല നമുക്കിപ്പോൾ. കേൾക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പേര് ആരെങ്കിലും അവിടെ പറഞ്ഞു, നമ്മുടെ പേരിൽ നമ്മൾ മാത്രമൊന്നും അല്ല ഉണ്ടാകുക അല്ല. എൻ്റെ പേരെന്താണെന്നറിയോ? എൻ്റെ പേരെന്താണെന്നറിയോ? ഷീല. ഷീല എന്നാണ് പേര്. ബ്രഹ്മകുമാരി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പേരാണ്. അപ്പം ബ്രഹ്മകുമാരി ഷീല, BK ഷീല എന്ന് പറയും. അപ്പം ഞാൻ വേറൊരാൾ അപ്പുറത്ത് ഷീല എന്ന് പേരിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെ അതാ കണ്ട, എൻ്റെ മുന്നിൽ തന്നെ ഷീലയുണ്ട്. ഷീല എന്ന് പേര് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചെവി ആരോ എന്നെക്കുറിച്ച് എന്തോ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രദ്ധ അവിടേക്ക് പോയി. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് അടിമകളാണ് നമ്മളിപ്പോൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ജയിക്കാനുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കണം. അതിന് രാജയോഗ അഭ്യാസം അത്യാവശ്യം. രാജയോഗം, യോഗം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൂടിച്ചേരൽ. നമ്മളിപ്പോൾ ഒരു യോഗം ചേർന്നിരിക്കുകയല്ലേ ഇവിടെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ആത്മാവുമായി പരമാത്മാവിൻ്റെ ബന്ധത്തിൻ്റെ പേരാണ്, ആത്മാ പരമാത്മാ സംബന്ധത്തിൻ്റെ പേരാണ് രാജയോഗം. രാജയോഗം പറയിൽ കുട്ടികൾക്ക് ജാതകമൊക്കെ, നിങ്ങളൊക്കെ ജാതകം എഴുതിക്കുന്നവരല്ലേ? അപ്പം ജാതകം എഴുതുമ്പോൾ പറയും ഇവനൊരു രാജയോഗം വെച്ചിട്ടുണ്ട്, അങ്ങനെയല്ലേ പറയുക? എന്നുവെച്ചാൽ എന്താ അർത്ഥം? അവൻ എന്തോ ഒരു വലിയ പദവി കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ രാജയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന പദവിയാണ്. അപ്പം നമ്മൾ ഇപ്പം നമുക്ക് പ്രധാനമന്ത്രി മോദിജി ആയിട്ട് നല്ല കണക്ഷനാണെന്ന് വിചാരിക്കും അല്ലേ? ഇവിടെ ഇരുന്നിട്ട് ഫോൺ ചെയ്തിട്ട്, മോദിജി ഇവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരോടും അങ്ങ് സംസാരിക്കണം എന്ന് പറയാനുള്ള കഴിവ് നമുക്ക് സാധിക്കുമെങ്കിൽ പറയാം, അവരുടെ ഒരു കഴിവേ, അവർക്ക് നേരിട്ട് പ്രധാനമന്ത്രിയെ വിളിക്കാനുള്ളതുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറയുക? അപ്പോൾ അവർ രാജയോഗമാണത്, ഉയർന്ന പദവിയാണ്. അപ്പം ഇവിടെ നമ്മൾ പറയുക, നിങ്ങൾ ഓരോരുത്തരും ഉയർന്നതിലും ഉയർന്ന പരമാത്മാവുമായ സംബന്ധം വെക്കുന്നതിനെയാണ് രാജയോഗം എന്ന് പറയാം. അപ്പോൾ പരമാത്മാവ് ആരാന്നറിഞ്ഞാലല്ലേ രാജയോഗം സംബന്ധം വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ നമഃശിവായ ജപിക്കാറുണ്ട്. അല്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ജപിക്കാറുണ്ട്. ലളിതാ സഹസ്രനാമം ചൊല്ലുന്നവരുണ്ടാകാം അല്ലേ? അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നവരുണ്ടാകാം. അങ്ങനെ കുറേ മന്ത്രം ജപിക്കുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതൊക്കെ ഒരേ ഒരു ശക്തിയെ ധ്യാനിക്കുന്നതിനെയാണ്, ഒരൊറ്റ ശക്തിയെ ധ്യാനിക്കുന്നതാണ്. പക്ഷെ നമ്മൾ പല വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മാത്രം. ഈ 5 വിരലും കൂടി ഒന്നല്ല അല്ലേ? 5 വിരൽ 5 രീതിയിലല്ലേ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ വെച്ച 5 വഴിയിലൂടെയല്ലേ അത് പോകുക. അതേമാതിരി നമ്മൾ ഓരോരുത്തരും ഒരേ ഒരു ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി ഈ 5 വിരലുകളുടെയും സംബന്ധം എവിടെയാണ് കിടക്കുന്നത്? കണങ്കയ്യിലാണ്. ഇതേമാതിരി നമ്മൾ ഓരോരുത്തരും ഏത് വഴിയിലൂടെ പ്രാർത്ഥിച്ചാലും ആ പരമേശ്വരനായ പരമാത്മാവിൻ്റെ അടുത്തേക്കാണ് എത്തേണ്ടത്. ആ പരമാത്മാവിനെ ശിവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശിവൻ. നമ്മളൊക്കെ ശിവനെ കാണുമ്പോൾ, ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ബുദ്ധിയിൽ എങ്ങനെയുള്ള ഒരാളാണ് അല്ലേ? ഒരാളല്ലേ? എങ്ങനെയാ ശിവന്റെ രൂപം? എങ്ങനെയാ ശിവന്റെ രൂപം? അമ്മയുടെ പേരെന്താ? രാധ. എൻ്റെ അമ്മയുടെ പേരത്. അപ്പൊ രാധമ്മ, ശിവന്റെ രൂപം എന്താ? അതുപോലെ പറയുന്നു. ഒരു ശൂലം മൂപ്പരുടെ കയ്യിലുണ്ട്, ഒരു നാഗമുണ്ട്, ഒരു ഇതൊക്കെ ആയി നല്ല ഒരു വ്യക്തി, നല്ലൊരു വ്യക്തി. ഇനി ബായി ഒന്ന് പറഞ്ഞു, ശിവന്റെ രൂപം എന്താ? പേരെന്താ? ഒരു വ്യക്തി അല്ലേ? ഇനി ഇവിടെ ആരെങ്കിലും പറയോ ശിവന്റെ രൂപം എന്താ? ഒരു വ്യക്തി അല്ലേ? ഇനി ഇവിടെ ആരെങ്കിലും പറയോ ശിവന്റെ രൂപം എന്താ?
ഈ പറഞ്ഞ പോലെ അതിപ്പോൾ രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരെ പണ്ട് മുദ്രാവാക്യം വിളിച്ചു ഇത്രേ. അപ്പോൾ ഈ എന്താ പറയുക, താണജാതിയിലുള്ള കുറേ ആളുകൾക്ക് അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്കൊന്നും പറയാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ല, ഞങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന്. സിന്ദാബാദ് സിന്ദാബാദ് അങ്ങനെ തന്നെ. അതുപോലെ പറയരുത്. നമുക്കറിയുന്നത് എന്തോ അത് പറയാൻ കഴിയണം. ഒന്ന് പറഞ്ഞു, ശിവൻ എന്താ രൂപം? പേരെന്താ? ഉഷ. ഉഷ എന്ന് പറയും. ശിവന്റെ രൂപം മനസ്സിലുള്ളത് ഒരിക്കലും കയ്യിലൊരു ശൂലവും ഒരു കമണ്ഡലവും തലയിൽ ഗംഗയും ഒക്കെ ഉള്ള രൂപമാണ് മനസ്സിൽ കാണുന്നത്. മനസ്സിലുണ്ട്. നമ്മൾ പഠിച്ചതാണത് അല്ലേ? സത്യത്തിൽ ശിവൻ എന്ന വാക്ക് അതിന് ശങ്കരൻ എന്ന് പറയും അല്ലേ? നമ്മൾ പഠിച്ചതാണ് ആ പറഞ്ഞ കാര്യങ്ങൾ, ഈ അറിഞ്ഞ രൂപങ്ങളൊക്കെ. അതൊക്കെ ഒരു മനുഷ്യരൂപമാണ് അല്ലേ? അപ്പോൾ ഭഗവാൻ നിരാകാരിയാണ്. നിരാകാരി എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഇതുപോലെ ശരീരം ഇല്ലാത്തവൻ, നിരാകാരി. നിർവികാരി എന്ന് പറയും. ശരീരമുള്ളവർക്കുള്ള വികാരങ്ങളുള്ളൂ. അപ്പോൾ നിർവികാരിയാണ് ഭഗവാൻ. ഒരു രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള വികാരങ്ങളുമില്ല. സമ്പൂർണ്ണ നിർവികാരിയായതാണ് ഭഗവാൻ. ഒരു വികാരവും വരാത്തവനാണ്. സ്നേഹമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ സങ്കടമായിക്കോട്ടെ, ഒന്നുമില്ല. അപ്പം നിരാകാരിയായ പരമാത്മാവിനെയാണ് ശിവൻ എന്ന് പറയുന്നത്. ആ ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശുഭം. സദാശിവൻ എന്നല്ലേ പറയുക? സദാശിവൻ, സദാ മംഗളകാരിയാണ് ഈശ്വരൻ. എന്നും മംഗളം ചെയ്യുന്നവനാണ് ഭഗവാൻ. നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കാത്ത, നമ്മളെ ഒരിക്കലും ദുഃഖിപ്പിക്കാത്ത, നമുക്കൊരിക്കലും ശിക്ഷ തരാത്ത ഒരേ ഒരു ശക്തിയാണ് ഭഗവാൻ. നമ്മുടെ ദുഃഖം വന്ന ആരുടെ അടുത്തേക്ക് ഓടുക? മനുഷ്യന്മാരോട് പറയുന്നേക്കാൾ മുമ്പ് ഭഗവാനെ നീ കാണുന്നില്ല എൻ്റെ ദുഃഖം എന്നല്ലേ പറയുക. അപ്പോൾ ഭഗവാനോടാണ് നമ്മൾ നമ്മുടെ ദുഃഖം പറയുന്നത്. അപ്പോൾ ഭഗവാൻ നമുക്ക് സുഖം തരുന്നതുകൊണ്ടല്ലേ ഭഗവാന്റെ ദുഃഖം പറയുന്നത്. ഒരിക്കലും നമ്മളെ ദുഃഖിപ്പിക്കില്ല. അപ്പോൾ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്ന, അതുകൊണ്ട് ദുഃഖഹർത്ത, സുഖകർത്ത, സുഖം തരുന്നവനാണ് ഈശ്വരൻ. അതുകൊണ്ട് സുഖകർത്ത എന്ന് പറയും. അപ്പം സദാ മംഗളം ചെയ്യുന്ന ശിവ എന്ന വാക്കിൻ്റെ അർത്ഥം ശുഭം. ശിവൻ എന്ന് പറയും ശുഭകാരിയാണ്, മംഗളകാരിയാണ്, കല്യാണകാരിയാണ്. അതുകൊണ്ട് ഭഗവാന് മുഴുവൻ അർത്ഥസഹിതമായ പേരാണ് അല്ലേ? പറയുക വിശ്വനാഥൻ, ശിവന്റെ ഒരു പേരല്ലേ അത്? വിശ്വനാഥൻ എന്ന് വെച്ചാൽ എന്തർത്ഥം? വിശ്വത്തിൻ്റെ മുഴുവൻ നാഥനാണ്. അമരനാഥൻ, അമരൻ എന്ന് വെച്ചാൽ എന്തർത്ഥം? മരിക്കാത്തവൻ. ആത്മ മരിക്കാത്തതാണ്. ജനനവും മരണത്തിലും വരുന്ന ആളാണ് ആത്മ, പക്ഷെ മരിക്കുന്നില്ല. ആത്മ ഒരു ശരീരം എന്ന വസ്ത്രം ഉപേക്ഷിക്കുന്നു, വേറൊരു വസ്ത്രം സ്വീകരിക്കുന്നു. അപ്പോൾ ജനനത്തിനും മരണത്തിനും ഉപരിയായവനാണ് അമരനാഥൻ, അമരനായ ആത്മാവിൻ്റെ നാഥൻ. അതുപോലെ തന്നെ വൈദ്യനാഥൻ, വൈദ്യന്മാരുടെയും വൈദ്യനാണ്. അതുകൊണ്ട് ഡോക്ടേഴ്സ് പറയാറില്ലേ, ഡോക്ടർമാർ പറയാ എന്താ, അവരെ സെക്കൻഡ് ഗോഡ് എന്നാണ് ഡോക്ടർമാരെ വിശേഷിപ്പിക്കുക. അതായത് ഭഗവാൻ കഴിഞ്ഞിട്ടുള്ള ഭഗവാനാണെന്ന്. അപ്പം ഞാൻ എന്നാലാവുന്നതൊക്കെ ചെയ്തു, താമ്പാതി ദൈവം, ഇനി ഭഗവാനാണ് ബാക്കിയൊക്കെ, അങ്ങനെയല്ലേ പറയാ. അപ്പം അതിലും ഉപരിയാണ് ഭഗവാൻ. അതുകൊണ്ട് വൈദ്യനാഥൻ എന്ന് പറയുന്നു. നമുക്കൊക്കെ പേരിട്ടുണ്ടാവും. സന്തോഷം എന്ന് പേരുള്ള ഒരാൾ ഇവിടെ ആരും ഇല്ലല്ലോ അല്ലേ? സന്തോഷമില്ലല്ലോ. സന്തോഷം എന്താന്ന് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. പേര് സന്തോഷം. സുഭാഷിണി എന്ന് പേരുണ്ടാവും. വായിന്ന് വരുന്നത് മുഴുവൻ ദുർഭാഷ്യം. പേരെന്താ? സുഭാഷിണി അല്ലേ? സ്നേഹലത എന്നായിരിക്കും പേര്. സ്നേഹം എന്താന്ന് അവർക്ക് അറിയേയില്ല. മനുഷ്യനൊരിക്കലും കർത്തവ്യം അനുസരിച്ച് പേരിടാൻ പറ്റില്ല. ഭഗവാന് പക്ഷേ കർത്തവ്യത്തിലാണ് പേര് വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ ഈ രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാൻ നിരാകാരി, സ്നേഹസാഗരനാണ്, ദയാസാഗരനാണ്. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ പറയുക? ഓഷൻ ഓഫ് ലവ്, ഓഷൻ ഓഫ് നോളേജ്, ഓഷൻ ഓഫ് പീസ്. ശാന്തി സാഗരനാണ്, ദയാസാഗരനാണ്, ആനന്ദസാഗരമാണ്, പവിത്ര സാഗരമാണ്, കാരുണ്യ സിന്ധോ എന്ന് പറയാറില്ലേ? എന്നുവെച്ചാൽ സിന്ധു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇവിടെ ആരും സിന്ധുകളില്ലല്ലേ. സിന്ധു എന്ന് പേരല്ല, കടലിൻ്റെ പര്യായമാണ് സിന്ധു അല്ലേ? സമുദ്രം. അപ്പോൾ എന്തുകൊണ്ട് സമുദ്രത്തിന് ഇത്ര വിശേഷത?
സമുദ്രത്തിന് എന്തത്ര വിശേഷത വന്നത്? സമുദ്രത്തിന് എന്തുകൊണ്ട് അത്ര വിശേഷത? നിങ്ങളൊക്കെ കടൽ കണ്ടിണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കടൽ കാണാത്തവരുണ്ടോ? എല്ലാവരും കടൽ കണ്ടിട്ടുണ്ട്. ചിത്രത്തിലല്ല കേട്ടോ, നേരിട്ട് പോയിട്ട് കണ്ടിട്ടില്ലേ? അല്ല, വയനാട്ടുകാരായതുകൊണ്ട് എനിക്കൊരു സംശയം, ഞങ്ങൾ താഴെ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടു. അപ്പം കടലിൻ്റെ വിശേഷത എന്താ? പിന്നെ മോളുടെ പേരെന്താ? ദർശന. ദർശന എന്ന് പറഞ്ഞ കടലിൻ്റെ വിശേഷത എന്താ? വിശാലമായി കിടക്കുന്നു. ഓർ തിരമാല. എന്തുകൊണ്ടാ തിരമാല ഉണ്ടാവുന്നത്? തിരമാല ഉണ്ടാവുള്ള കാരണം എന്താ? വെള്ളമുള്ളത് കൊണ്ടാ. അപ്പൊ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുമ്പോൾ തിരമാല വരാറുണ്ടോ? കിണറ്റിൽ തിരമാല ഉണ്ടോ? പുഴയിൽ തിരമാല ഉണ്ടോ? ഇല്ല. എന്താ തിരമാല വരാൻ കാരണം? ഇവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാറ്റുള്ളത് കൊണ്ട്. എത്ര ശക്തമായി കാറ്റ് വീശുന്നോ അത്രയും വലിയ തിരമാല വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ കർക്കിടകത്തിലൊക്കെ ഭയങ്കര ഇതാണ്, വെള്ളത്തിൽ കടലിൽ പോരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ കടലിൻ്റെ വിശേഷത ഇനി ഞാൻ തന്നെ പറഞ്ഞുതരാം. കടലിൻ്റെ ആഴം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കടലിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കടലിൽ എന്തെറിഞ്ഞാലും കടൽ സ്വീകരിക്കുമോ? നിങ്ങൾ പോയി കടൽ തീരത്ത് നിന്ന് സ്ലിപ്പർ എറിഞ്ഞ് നോക്ക്. രണ്ടാമത്തെ തിരമാലയ്ക്ക് നിങ്ങളുടെ കാൽക്കൽ കൊണ്ടിടും അത്. നിങ്ങൾ അതിനാവശ്യമില്ലാത്ത ഒന്നും സ്വീകരിക്കില്ല കടൽ. അത്രയും സാഗരത്തിൻ്റെ വിശേഷതകളുണ്ട്. അളവറ്റ വെള്ളമാണ്, അളവറ്റ, അതിൻ്റെ അതിരാർക്കും അറിയില്ല. ഈ കരയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഇതിൻ്റെ കരാന്ന്. അപ്പുറത്ത് എവിടെ കരാന്ന് നമുക്കറിയോ? ഇല്ല. കടലിൻ്റെ നടുക്കടലിലേക്ക് പോയി എന്തില്ല? തിരമാലയില്ല. തിരമാല മുഴുവൻ തീരങ്ങളിലേ ഉള്ളൂ. അതാണ് തിരമാല എന്ന് പറയാൻ കാരണം. തീരത്ത് വന്ന് അടിയുന്നതാണ് തിരമാല. കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒഴുക്ക് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് തിരമാല അടിക്കില്ല. അതിലെന്തെല്ലാം സാധനങ്ങളുണ്ട്, എന്തെല്ലാം നിധി അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്കാർക്കും അറിയില്ല. അപ്പം അളവറ്റതാണ് കടൽ. അതുകൊണ്ടാണ് ഭഗവാനെ കാരുണ്യ സിന്ധോ എന്ന് പറയുന്നത്. കരുണാസാഗരനാണ്, ദയാസാഗരനാണ്. നമ്മളോട് എപ്പോഴും ദയ കാണിക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. ആ ഭഗവാനുമായി സംബന്ധം വെക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ രാജയോഗം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കണ്ണടച്ച് ഏതെങ്കിലും വസ്ത്രം പ്രത്യേകിച്ച് ധരിച്ച് ഏതെങ്കിലും പീഠത്തിൻ്റെ മുകളിൽ ചമ്മരം പടിഞ്ഞ് പത്മാസനത്തിൽ ഇരിക്കണം എന്നൊന്നും പഠിപ്പിക്കുന്നില്ല നമ്മൾ. നമ്മുടെ രാജയോഗം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് രാജയോഗ സ്റ്റേജിലിരുന്ന് സംസാരിക്കാം. കാരണം ഭഗവാനുമായിട്ടുള്ള ലിങ്ക് മനസ്സും ബുദ്ധിയാണ്. മനസ്സും ബുദ്ധി. ഇവിടെ എല്ലാം മനസ്സെവിടെയാ? എൻ്റെ മനസ്സ് ഭയങ്കര വേദനിക്കുന്നു, ഇങ്ങനെയാ പറയുക. എൻ്റെ തലപ്പോൾ പൊട്ടിത്തെറിക്കുന്നു തോന്നുന്നുണ്ട്, ടെൻഷൻ അടിച്ചിട്ട് അല്ലേ? അപ്പോൾ തലയെ പൊട്ടിത്തെറിക്കുക, നെഞ്ചാണോ പൊട്ടിത്തെറിക്കുക? അല്ല. തലയിൽ വരുന്ന ചിന്തകൾ ആത്മാവിൻ്റെ ഇരിപ്പിട സ്ഥാനമാണിത്. നമ്മൾ ചന്ദനം തൊടുന്നു, അമ്പലത്തിൽ പോയിട്ട് നമസ്കരിക്കുന്നു, പൊട്ടുകുത്തുന്നു അല്ലേ? ഇതെല്ലാം ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഭ്രൂമധ്യം അഥവാ ഭ്രുക്കുടി. അപ്പോൾ ഇവിടെയാണ് ആത്മാവിൻ്റെ ഇരിപ്പിട സ്ഥാനം. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും ശ്വസിക്കുന്നതും രുചിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട്. എൻ്റെ ഇതൊക്കെ നമ്മുടെ ജനലുകളാണ്. ഓരോന്നിനുള്ള കേൾക്കാനുള്ള ജനലിത്, കാണാനുള്ള ജനലിത്, ശ്വസിക്കാനൊക്കെ രണ്ടെണ്ണല്ലേ? വായ മാത്രം ഒന്ന് തന്നു. അതെന്താണാവോ? രണ്ടെണ്ണം തന്നിട്ടേ ഇല്ല. ഒരെണ്ണം കൊണ്ടേ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടി കിട്ടിയാൽ സഹിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഒരു വായേ ഉള്ളൂ നമുക്കൊക്കെ. അപ്പോൾ ഭഗവാൻ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ തന്നിരിക്കുന്ന ജനൽ ഇതൊരൊറ്റ ജനൽ, വലിയ ജനൽ തന്നിരിക്കാം. അപ്പോൾ ആത്മാവിൻ്റെ ഇരിപ്പിട സ്ഥാനമാണ് ഇവിടെ. അതുകൊണ്ട് ആ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഉടനെ ഇങ്ങനെയല്ലേ ഇരിക്കുക? താടിക്ക് കൈ കൊടുത്തിരിക്കുക. എന്തേ മുട്ട കച്ചവടത്തിൽ നഷ്ടം വന്നോ ചോദിക്കാറില്ലേ? അല്ല, ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് ഇരിക്കണണ്ട ഇങ്ങനെ, അല്ല ഇവിടെ ഉണ്ടോ ചോദിക്കില്ലേ? അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാം അനുഭവിക്കുന്ന ഇവിടെ നിന്നാണ്. നമ്മുടെ പവർ ഹൗസാണിത്. ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കും ഡയറക്ഷനുകൾ പോകുന്നത്. നിങ്ങളെ കാലിൻ്റെ അടിയിൽ ഒരു മുള്ള് തറച്ചു എന്ന് വിചാരിക്കട്ടെ. കാലിൻ്റെ അടിയിലാണ്, ഇത്രയും വലിയ ശരീരത്തിൻ്റെ കാലിൻ്റെ അടിയിലാണ് മുള്ള് തറച്ചത്. ആ മുള്ള് തറച്ചിട്ട് വേദന അറിയാൻ ആദ്യം എന്ത് വേണം? ഇവിടേക്ക് മുള്ള് തറച്ചു എന്ന് അറിയിക്കണം.
അവിടെ നിന്ന് സംവേദന ശേഷി ഇവിടേക്ക് പോകണം. ആ വേദനിച്ചു എന്നറിയണം. ഈ പറയാനുള്ള അത്ര നേരം എടുക്കുമോ? ഇല്ല. അതൊക്കെ സെക്കൻഡ് പോലും വേണ്ടാത്ത പ്രവൃത്തികളാണ്. പക്ഷെ എത്ര നോക്ക്, നമ്മുടെ ഈ സൃഷ്ടികർത്താവ്, നമ്മുടെ ഈ എൻജിനീയർ എത്ര കഴിവുള്ള ആളാണെന്നൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ കഴിവുള്ള ആളുമായി നേരിട്ട് സംബന്ധം നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യശാലികളാ അല്ലേ? അപ്പം നമ്മൾ രാജയോഗ്യാകണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും രാജയോഗ്യാകാൻ ആഗ്രഹമില്ലേ? ഉണ്ട്. പഠിക്കണ്ടേ നമുക്ക് രാജയോഗം? അപ്പം ഈ പഠിപ്പ് ഈ ഒരു ദിവസത്തെ പ്രഭാഷണം കൊണ്ട് അവസാനിക്കുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് പഠിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെല്ലാവരും കൂടണം കേട്ടോ. ബൈ. എന്താ പേര്? സുരേഷ്. സുരേഷ് ഭായി ആണോ ഇവിടുത്തെ കോർഡിനേറ്റർ? സമിതിയിൽ തങ്കാണ്. അപ്പം നിങ്ങളൊക്കെ വിചാരിച്ചാൽ, ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈ അമ്മമാർക്കൊക്കെ തീർച്ചയായിട്ടും കുടുംബം ഭരിക്കാനുള്ള നല്ല പവർ കിട്ടാൻ സാധിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ? നിങ്ങൾ 10 പൈസ ഫീസ് തരണ്ട. നിങ്ങളുടെ സമയം ഫീസായിട്ട് വെക്കണം. അവിടെ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ സമയം ഫീസായിട്ട് വെക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ വന്ന് എന്ത് ചെയ്യും? നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളല്ലാണ്ട് അതിനുവേണ്ടി ഇത്ര ഫീസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന വേഷം ധരിച്ചു വരണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ ഇരിക്കണം, അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾ കിടപ്പ് രോഗിയാണെങ്കിൽ പോലും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ ശരീരം കൊണ്ടല്ല ഈ മെഡിറ്റേഷൻ നടക്കുന്നത്. ഏതുകൊണ്ട് ഞാൻ എന്നെ കൈയൊടിഞ്ഞിട്ട് ഇവിടെ വന്നില്ലേ നിങ്ങളുടെ അടുത്തേക്ക്? പ്രഭാഷണം ബുക്ക് ചെയ്തതിന് ശേഷം കൈയൊടിഞ്ഞപ്പോൾ എന്ത് ചെയ്യുക? ചെയ്തല്ലേ പറ്റുള്ളൂ. അത് കയ്യല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ, എൻ്റെ വായ നാവിനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ സുഖമായിട്ട് വന്ന് പ്രഭാഷണം ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ വന്നു. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ടോ മനസ്സും ബുദ്ധിക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളുടെ മനസ്സ് തയ്യാറാവണം. ഞങ്ങൾക്കിത് പഠിക്കണം, ഞങ്ങളും ഇത് പഠിച്ച് രാജയോഗിയാകണം. രാജയോഗിയാകാൻ വേണ്ടി വേഷങ്ങൾ, പുതിയ പുതിയ ഡ്രസ്സൊക്കെ പോയി അന്വേഷിച്ച് നടക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ മുടീനെ ജടാധാരിയാക്കി വളർത്തണ്ട. നല്ല നീറ്റായിട്ട് റോയലായിട്ട് വേഷം ധരിച്ചു വന്നോളൂ. എന്നിട്ട് നിങ്ങൾ പഠിക്കൂ. മനസ്സിനെയും ബുദ്ധിനെയും ഏകാഗ്രമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് പഠിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ സഹകരിക്കുക. അപ്പം നമ്മൾ ഒന്നായിട്ട് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. തയ്യാറാണോ? അല്ലയോ? എത്ര ആള്? 1 ആൾ, 2 ആൾ, എത്ര ആളേ ഉള്ളൂ? ഇനി നിങ്ങൾക്കൊന്നും പഠിക്കണ്ടേ? പഠിക്കണം. അപ്പം ഞാൻ എന്താ കൈപൊന്തിക്കാത്തേ? കൈപൊന്തിച്ചോളൂ ധൈര്യമായിട്ട്. ഭർത്താവ് അറിഞ്ഞ വിഷമമുണ്ടാവുമോ? ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളും വന്നേക്കൂ എന്ന് പറഞ്ഞേക്കും. നമുക്ക് 2 ആൾക്ക് ഒരുമിച്ച് പോയി പഠിക്കാമെന്ന് പറയണം. എന്നാലേ നമുക്ക് സാധിക്കും. അപ്പം എന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെ 2 ചക്രം ഉരുളുമ്പോഴല്ലേ ഈസി ആയിട്ട് ഓടുക അല്ലേ? ഒരു ചക്രത്തിന് ടയറിൽ ഇത്തിരി എയർ കുറഞ്ഞാൽ സാരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കുമോ? ഇല്ലല്ലോ. മുന്നോട്ട് ചവിട്ടുമ്പോൾ, വട്ടത്തിൽ ചവിട്ടുമ്പോൾ മുന്നോട്ട് പോകുന്ന വണ്ടിയിൽ പോകാൻ കഴിവുള്ളവരായിരുന്നു നമ്മൾ. ഇപ്പം ആരും വട്ടത്തെ ചവിട്ടുന്നില്ല ഇല്ലേ? ഇപ്പം വട്ടത്തെ ചവിട്ടുമോ? ഇല്ല. അപ്പോൾ 2 ടയർ ഒരേപോലെ പോകാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടും പറഞ്ഞേക്കൂ, ഫ്രണ്ട്സിനോടും പറയുക. അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മ, അമ്മായി, അച്ഛൻ, ആരൊക്കെ ഉണ്ട് എല്ലാവർക്കും പഠിക്കാം. കാരണം തലമുറകളോളം ഒന്നിച്ചിരുന്ന് പഠിക്കാൻ പറ്റുന്ന, ഫീസ് കൊടുക്കാണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണിത്. ആ നേട്ടത്തിന് നിങ്ങളെല്ലാവരും റെഡിയാണെങ്കിൽ സിസ്റ്റർ റെഡിയാണ്. ഇവരോടൊക്കെ പറഞ്ഞാൽ മതി അല്ലേ? ഇവരൊക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങളെയും കൂടി അറിയിക്കും. നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ഇപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഈ ശരീരത്തിന് സമയമായ, അപ്പോൾ 2 മിനിറ്റ് നേരം സിസ്റ്റർ നിങ്ങളെല്ലാവരെയും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോവാം. തയ്യാറാണോ? അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സായാലും മൊബൈലായാലും അതിൽ നിന്നൊക്കെ ഒന്ന് പിടിച്ചു വെച്ചിരുന്നാലുണ്ടല്ലോ പറക്കാൻ പറ്റില്ല. ഈ ഇങ്ങനെ കൊമ്പിൽ പിടിച്ചിട്ട് ഒരു പക്ഷി ചിറകടിച്ചാൽ എന്ത് ചെയ്യില്ല? പറക്കില്ല, ചിറക് മാത്രമേ അടിക്കുള്ളൂ. അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. 2 കൈയും കാലിൽ ഇങ്ങനെ സ്വസ്ഥമായി വെച്ചുകൊണ്ട് എല്ലാവരും സിസ്റ്റർ പറയുന്നത് ഏറ്റു പറയേ, മന്ത്രമായിട്ട് ജപിക്കൊന്നും വേണ്ട. മനസ്സുകൊണ്ട് എൻ്റെ കൂടെ വരിക, യാത്ര ചെയ്യുക. ഒരു വലിയ യാത്രയ്ക്കുള്ള തുടക്കം കുറിക്കുകയാണ് നമ്മൾ. ഒരു നീണ്ട യാത്ര പോണ്ടേ?
പരമാത്മാവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകൾ അളന്നാൽ എത്തില്ല. മനസ്സിലായില്ലേ? അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സുകളിൽ സിസ്റ്റർ പറഞ്ഞു തരും. സമയം കഴിഞ്ഞു എന്നുള്ള സൂചന കിട്ടി എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഓം ശാന്തി. സിസ്റ്റർ പറയുന്നത് ആരും ഏറ്റു പറയണ്ട. കണ്ണടച്ചിരുന്നോളൂ. അവിടുത്തെ ഇവിടുത്തെയും കാഴ്ചകളൊന്നും നോക്കണ്ട. അതുകൊണ്ട് കണ്ണടച്ചോളൂ. ഞങ്ങളൊക്കെ കണ്ണ് തുറന്നിട്ടാണ് ചെയ്യുക. പക്ഷെ നിങ്ങൾ കണ്ണടച്ചിരുന്നോളൂ. എന്നിട്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് ഫീൽ ചെയ്യാം. ഓക്കെ. ഓം ശാന്തി. ഞാൻ ആത്മ ഈ ശരീരത്തിൻ്റെ ഇരുപുരികങ്ങൾക്കും മധ്യേ ഒരു വെള്ളി നക്ഷത്രം പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മ. ഞാൻ ആത്മ ബാഹ്യമായ എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അതിൽ നിന്നും വ്യത്യസ്തനാണ്. എൻ്റെ ചിന്തകളെയും എൻ്റെ കർമ്മേന്ദ്രിയങ്ങളെയും സമ്പൂർണമായി ഞാൻ എന്നിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോഴെനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ശ്വാസോച്ഛ്വാസം പോലും മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ ആത്മ ശാന്തസുന്ദരമായ അനുഭൂതിയിലിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്വതന്ത്രമായ പക്ഷിയെപ്പോലെ അനുഭൂതി ചെയ്യുകയാണ്. എൻ്റെ പിതാവായ പരമാത്മ എൻ്റെ ശിരസിന് മുകളിൽ സൂര്യനെപ്പോലെ പ്രകാശിച്ചു നിൽക്കുന്നു. പരമാത്മാവായ സൂര്യൻ്റെ ശീതളമായ ശാന്തിയുടെ കിരണങ്ങൾ എന്നിലേക്ക് തന്നെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മ സമ്പൂർണ്ണ ശാന്തി അനുഭവിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി. എല്ലാവരും തിരിച്ചു വന്നോളൂ. കണ്ണ് തുറന്നോളുമല്ലേ. കൈകൾ രണ്ടും കൂട്ടി തിരുമ്പി ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ വെച്ച് ശരിക്കും നിങ്ങൾക്ക് ആ ചൂട് ഫീൽ ചെയ്യും. ഇനി നിങ്ങൾക്ക് കുറേ പ്രാക്ടീസുകളുണ്ട്. ഇതൊക്കെ ചെറിയൊരു തുള്ളിയിട്ടതല്ലേ. ആ അഭ്യാസങ്ങളൊക്കെ വീണ്ടും ക്ലാസ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം. അതല്ല ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ ബത്തേരിക്ക്. അവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെയും വന്ന് പഠിക്കാം. അവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ ക്ലാസ് ഉണ്ട്. ഫ്രീ ആണ് പഠിപ്പിക്കുന്നത്. ഫീസൊന്നും കൊടുക്കണ്ട. വന്ന് നിങ്ങൾക്കൊക്കെ പഠിക്കാം. അവിടെ പഠിക്കാൻ വരുന്ന ഒരമ്മ സരോജിനി അമ്മ ഇവിടെ ഉണ്ട്, ഒരമ്മ കോമളമ്മയുണ്ട്. ഇവർ രണ്ടാളും അവിടുത്തെ സ്റ്റുഡൻസാണ് ആയിരുന്നത്. കോമളമ്മ കുറച്ച് നാളായിട്ട് എന്തൊക്കെയോ ലീവിലായിരുന്നു. സരോജിനി അമ്മ ഇപ്പോഴും ആക്റ്റീവായിട്ട് അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വരുന്നവർ ഇവിടെ അടുത്ത് തന്നെയല്ലേ. സരോജിനി അമ്മയുടെ വീട് കൊണ്ട് തൊട്ട് തന്നെയാണുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയുന്ന അമ്മയായിരിക്കും ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും അവിടേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഓം ശാന്തി.